ബിസിനസ്സുകാര് ഇപ്പൊ ഒരു അലങ്കാരമായിട്ട് എടുത്തേണ്ട ഒരു കാര്യമാണ് ട്രെയിനിങ്ങിന് പോയാൽ നമ്മൾ ഗ്രോ ചെയ്യും. ട്രെയിനിങ്ങിന് പോകുന്നത് മോശമെന്നല്ല പറഞ്ഞത്. ട്രെയിനിങ്ങിന് പോയത് കൊണ്ട് മാത്രം ബിസിനസ് വളരുന്ന ചിന്തിച്ച് എല്ലാ ട്രെയിനിങ്ങിനും രജിസ്റ്റർ ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുടെ ഒരു ബിസിനസ് സക്സസ് ആവാൻ ഒരു ഫൗണ്ടർക്ക് വേണ്ട ഒരു ഡെയിലി ഹാബിറ്റ്. എല്ലാ മാസവും ഒരു ബിസിനസ്സിൽ ചെയ്യേണ്ട 2 ഹെൽത്ത് ചെക്കപ്പുകളുണ്ട്. ബിസിനസ് ഹെൽത്ത് ചെക്കപ്പ്. വാട്ട്സ് മോർ ഡേഞ്ചറസ് ഫോർ എ ഫൗണ്ടർ, ഓവർ തിങ്കിങ് ഓർ ഓവർ സ്പെൻഡിങ്? ഇന്നിപ്പോ ഒരു വൈബില്ല എന്ന് പറഞ്ഞിട്ടാ പലരും പല ഓർഗനൈസേഷൻ വേണം, സാലറി ഒന്നും അല്ല. അപ്പൊ ഇവരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷൻ ആ ഒരു വൈബിൽ കൊണ്ടുപോകാന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച്. പിന്നെ ചില ട്രഡീഷണൽ ബിസിനസ്സുകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ സമയം ഓഫീസിൽ ഇരിക്കണവനാണ് ആത്മാർത്ഥമുള്ള എംപ്ലോയി. ചിലരിത് ചൂഷണം ചെയ്യുകയും ചെയ്യും. അവൻ വെറുതെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും AC-യുടെ ബില്ലും ഒക്കെ കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അവിടെ. ഹലോ എവരിവൺ, വെൽക്കം വൺസ് അഗൈൻ ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ രഞ്ജിത്ത് രാജ്. കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് കൺസൾട്ടൻ്റ് ആണ് അദ്ദേഹം, ആൻഡ് ഈസ് ഓൾസോ മൈ ഗുഡ് ഫ്രണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ഡോക്ടർ രഞ്ജിത്ത് രാജ് ടു അവർ ഷോ. Hi, welcome Dr. Ranjit Raj. Dr. Ranjit Raj, so we will start with something very fundamental. ഒരു യൂസ് കേസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ യൂസ് കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകാർ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്നിട്ട് അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ബിസിനസ്സുകാരുണ്ട്. ഒരു 5 CR ആ ഒരു ലെവലിൽ നിന്ന് അവർക്ക് വലുതാവണം എന്ന് ചിന്തിച്ചാലും അവർക്ക് വളരാൻ കുറേ സാഹചര്യങ്ങളോട് നടക്കുന്നില്ല. സോ ഇങ്ങനെ ഒരു 5 CR ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് 100 CR ഒരു ഗ്രോത്ത്, ഹൗ ടു തിങ്ക് ബിഗ് ആൻഡ് ഡു ഫോക്കസ് സ്മോൾ, ഈ ഒരു ചർച്ചയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ ബേസിക് ആയ ഒരു ചോദ്യമാണ് ഫസ്റ്റ്. വാട്ട്സ് യുവർ തോട്ട് ഓൺ ദിസ് തിങ്ക് ബിഗ് ഫോക്കസ് സ്മോൾ? ഇതിൻ്റെ ഒരു റിലവൻസ്, വാട്ട് ഡു യു തിങ്ക്? വളരെ നല്ലൊരു കോണ്ടെക്സ്റ്റ് ആണ്. കാരണം ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ 18 വർഷത്തോളമായിട്ട് ഈ കൺസൾട്ടിങ് ഫീൽഡിലുണ്ട്. അറൗണ്ട് ഒരു 450ഓളം സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. 40-ലധികം വ്യത്യസ്ത ഡൊമൈനിൽ വർക്ക് ചെയ്തു. അപ്പം മെജോറിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ നമ്മളെ കൺസൾട്ടിങ് അസൈൻമെൻറ്റ് ഏൽപ്പിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ബിഗിനിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഹേർഡിൽസ് ഒക്കെ ചിലർ കടന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ 5 കോടി 10 കോടിയൊക്കെ ടേൺ ഓവറിൽ നിന്നുള്ള ഈ ഒരു ഗ്രോത്ത് തന്നെയാണ് അവരും എക്സ്പെക്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ നമ്മളും എപ്പോഴും അവരോട് പറയുന്ന കാര്യം, ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് ഇനീഷ്യലി കുറച്ച് റിസൾട്ടുകൾ കൊണ്ടുവന്നാൽ തന്നെയായിരിക്കും ഓർഗനൈസേഷന് ആ ഒരു ഡ്രൈവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കോണ്ടെക്സ്റ്റ് വളരെ റെലവൻ്റ് ആണ്. വലുതായി ചിന്തിക്കുകയും ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യാന്നുള്ളത്. അപ്പോൾ അതെന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു കോണ്ടന്റാണ്. തീർച്ചയായും. സോ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ചർച്ച ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു മിഡ് ലെവൽ ബിസിനസ് എന്ന രീതിയിൽ നിന്ന് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നത്, ഈസ് ഇറ്റ് റിയലി റിലവൻറ്റ് ഫോർ ദാറ്റ് ഗ്രോത്ത്, ഓർ someone can be a normal trader or something which is not known by many? അങ്ങനെയും വളരാമോ? അതേ ഒരു ബ്രാൻഡ് ക്രിയേഷൻ എത്രത്തോളം റിലവൻ്റ് ആണത്? അതായത് നമുക്ക് ഒരു 3 കോണ്ടെക്സ്റ്റ് വെച്ച് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു സെറ്റപ്പ്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്കെയിൽ അപ്പ് എന്ന് സാധാരണ പറയുമല്ലോ. അപ്പോൾ അതിൽ ആദ്യം ഒരു സെറ്റപ്പ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൽ തന്നെ ഒരു 5 crore എന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു ബേസ് സെറ്റ് ആയിട്ട് ഉണ്ടാവണം. ബേസ് ഇൻ ദ സെൻസ് എന്തായാലും ആ സ്ഥാപനത്തിന് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും, കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു മൊമെൻറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് അപ്പാണ് ശരിക്കും ഈ അടുത്ത ലെവൽ അല്ലേ. അതിനാണ് ചിലർ ബ്രാൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യണു, ചിലർ ചിലപ്പോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസിയിൽ ഫോക്കസ് ചെയ്യണു. നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിനെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്റ്റെപ്പ് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയാണല്ലോ. ആ സ്റ്റെപ്പിലെ STEP എന്ന് പറയുന്ന 4 കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. S ഡിനോട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി. ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു വ്യക്തമായ സ്ട്രാറ്റജി ഇല്ലാതെ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന അവസ്ഥയിൽ കുറേ ഓർഗനൈസേഷൻസ് മൂവ് ചെയ്യുന്നുണ്ട്. തുടങ്ങി പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതല്ലാതെ ഇനി ഇന്നത് ടാർഗറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ആനുവൽ ബിസിനസ് പ്ലാൻ ഇട്ട് ചിലപ്പോൾ അതൊരു എമൗണ്ടിലായിരിക്കും അതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇത്ര ശതമാനം കൂട്ടുക എന്നായിരിക്കും, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇത്ര വർദ്ധിപ്പിക്കുക എന്നായിരിക്കും, ഇത്ര ടേൺ ഓവർ ചെയ്യുക എന്നുള്ളതായിരിക്കും. എന്തെങ്കിലും ഒരു വ്യക്തമായ ലക്ഷ്യം വെച്ച് അതിലേക്കൊരു സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്ത് പോകേണ്ടത് ആണ് S. ദെൻ T ഫോർ ടീം. ഈ ഓർഗനൈസേഷൻ്റെ സ്കെയിലബിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് ടീം തന്നെയാണ്. കാരണം ആ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ടീം മെമ്പേഴ്സിനെ ചിലപ്പോൾ അവിടം വരെ അതിനെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അടുത്ത ലെവലിലേക്കുള്ള ജേർണിയിൽ ചിലപ്പോൾ ആ ടാലൻ്റ് അക്വിസിഷൻ അവിടെ സംഭവിക്കണം, നല്ലൊരു ടീം സിനർജി അവിടെ ഫോം ചെയ്യണം. അപ്പോൾ ടീം ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി സ്ട്രാറ്റജിയും ടീമും ഉണ്ടായതുകൊണ്ട് മാത്രമേ കാര്യമില്ല. E ഫോർ എക്സിക്യൂഷൻ. കാരണം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ആഗ്രഹവും പ്ലാനും ഒക്കെ ഒന്ന് തന്നെയായിരിക്കും.
നമ്മളിന്ന് കാണുന്ന ഒരു കാഴ്ച മിക്ക ദിവസവും പേപ്പറിലോ സോഷ്യൽ മീഡിയയിലോ കാണുന്ന ധാരാളം ഇനോഗ്രേഷൻസ്. ഉദ്ഘാടനം ചെയ്യണ എല്ലാവരുടെയും ആഗ്രഹം 100 കോടിയിലെത്തണം, 500 കോടിയിലെത്തണം എന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഓപ്പറേഷണൽ എഫിഷ്യൻസിയും എക്സിക്യൂഷൻ എഫിഷ്യൻസിയും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പോൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ടൈം ബൗണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ വളർത്തേണ്ടതുണ്ട്. ഇവിടെയൊക്കെയാണ് ടെക്നോളജി ചിലപ്പോൾ എനേബിളറായി മാറുന്നത്. ആൻഡ് ഫൈനലി P for പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടായാലേ ഒരു ഓർഗനൈസേഷൻ സ്കെയിൽ ചെയ്ത് പോകുന്നതിൽ അർത്ഥമുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പല സ്ഥാപനങ്ങളും വലിയ ഉദ്ഘാടനങ്ങളും വലിയ രീതിയിലുള്ള ലോഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് താഴേക്ക് പോകുന്നതിൻ്റെ കാര്യം വിചാരിച്ച പ്രോഫിറ്റബിലിറ്റി ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ബിസിനസ് മോഡൽ സെറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റിയും കൂടെ മേക്ക് ഷുവർ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ലോങ് ടേമിൽ ഈ പറയുന്ന ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ഇതാണ് ഒരു ഇനീഷ്യൽ തോട്ടായിട്ട് അതിനോട് കണക്ട് ചെയ്ത് പറയാനുള്ളത്. That's really a good one. Strategy, team, എക്സിക്യൂഷൻ and profit. സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് അതിനെ തന്നെ ഒന്നും കൂടി ലെറ്റ്സ് ഡീപ് ഡൈവ് ഇൻ ടു ദാറ്റ്. സ്ട്രാറ്റജിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് സംടൈംസ് പീപ്പിൾ തിങ്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ വലിയ എന്തോ ആണ് എന്നാണ്. ബട്ട് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ലൈക്ക് strategy should be very simple. Correct. Not more than a A4 size paper, so that a team can understand what's their team strategy or goal. അപ്പൊ ഇതുപോലെ ഒരു ചെറിയതിൽ നിന്ന് വലുതായ ഏതെങ്കിലും, നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നേരത്തെ വർക്ക് ചെയ്തു ആയ ഒരു ബിസിനസ് ഓണർ, അവര് എടുത്തൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ ചിലപ്പോൾ മണ്ടത്തരം എന്ന് തോന്നിയേക്കാം. പക്ഷെ അത് വളരെ ഐറണി ക്രിയേറ്റ് ചെയ്ത് വളരെ സക്സസ് ആയ എങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പാകത്തിനുണ്ടോ? സനൂപ്, ഇതിൻ്റെ അത് ഒറ്റ കാര്യമുള്ളൂ. നമ്മളിപ്പോൾ ഈ ക്ലയൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നോർമലി ഒരു NDA ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ക്ലയൻറ്റിൻ്റെ പേരൊന്നും പറയണില്ല. ബട്ട് ബേസ്ഡ് ഇപ്പോൾ ഒരു റീറ്റെയിൽ ഇൻഡസ്ട്രി എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, റീറ്റെയിലിൽ തന്നെ ഇന്നിപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നൊരു പ്രൊജക്റ്റ് മെയിൻലി ദേ ആർ ഡീലിംഗ് വിത്ത് ദ അപ്പാരൽസ്, ക്ലോത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. ഇന്ന് അറൗണ്ട് 2000 എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ, കേരളത്തിൽ നിന്ന് തന്നെ. ഓക്കെ, അപ്പോൾ വളരെ ചെറിയ തോതിൽ എന്ന് വെച്ചാൽ വളരെ ബേസിക്സ് ഇന്ന് ഫാമിലി ബിസിനസ് അല്ല, വേറെ ആളിൽ നിന്ന് പകർന്നു കിട്ടിയൊന്നുമല്ല, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്നൊരു 40 to 43 ഏജുള്ള ഒരു ആൾ നടത്തുന്ന നാട്ടിലൊരു സ്ഥാപനമാണ്. നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് അവരോടൊപ്പം യാത്രയിലുണ്ട്. സ്റ്റിൽ ഞാൻ അവരുടെ കൺസൾട്ടൻ്റ്. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു വിഷൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഓൺടർപ്രണർ അതിനെ ലീഡ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സ്റ്റിൽ ദേ ആർ ഗ്രോയിങ്. ഇന്നിപ്പോൾ ഒരു 4-5 ഡൊമൈൻസിലായിട്ട് റീറ്റെയിലൊരു 20ഓളം ബ്രാഞ്ചസ് അക്രോസ് കേരള ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ ജേർണിയിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആ ലീഡർ, കാരണം ഇവിടെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സൊന്നുമില്ല, ഒരു സിംഗിൾ ആളുടെ കീഴിലുള്ള ഒരു ഫേമും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷണറി തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, എവിടേക്കാണ് പോകണമെന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ പോലുള്ള ആളുകൾ ആ സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ ഈ സ്ട്രാറ്റജീനെ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റി. കാരണം അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള 2 ഏരിയകളായിരുന്നു. ഒന്ന് പർച്ചേസ് ആൻഡ് അനദർ വൺ ഈസ് സെയിൽസ്. പുള്ളി സെയിൽസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം വേറെ കുറേ ഏരിയകളിൽ വീക്കാണ്. ആ വീക്ക്നെസ് റെക്ടിഫൈ ചെയ്യാനല്ല പുള്ളി വർക്ക് ചെയ്തത്. ആ വീക്ക്നെസ്സിൽ പുള്ളിയുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നതിന് പകരം അവിടെ ഞങ്ങളുടെയൊക്കെ പോലുള്ള പല കൺസൾട്ടൻസും, അവിടെ ബ്രാൻഡ് കൺസൾട്ടൻസ് ഉണ്ട്, ഞങ്ങളെ പോലെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ഉണ്ട്, അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സൈഡിൽ നിന്നുള്ള കൺസൾട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലത്തെ ഒരു സാധാരണക്കാരനായ ഒരു ബിസിനസ്സുകാരൻ വരെ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പോയി എന്നുള്ളതാണ് പുള്ളിയുടെ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ സഹായം ആവുന്ന കാര്യം. കാരണം പല ആളുകളും ചിന്തിക്കുന്നത് നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതിനെയൊക്കെ ഗൈഡ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഈ ലിമിറ്റേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് സനൂപ് നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രാറ്റജി അദ്ദേഹം വളരെ സിംപ്ലിഫൈ ചെയ്ത് ടീമിലേക്ക് എത്തിച്ചു, പല എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടി. കാരണം അവിടെ നടക്കുന്ന ഏത് പ്രക്രിയക്കകത്തും ഏറ്റവും മൈക്രോ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് വരെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് ഗ്രോത്തിന് ഈ കമ്പനിയിൽ കിട്ടേണ്ടതെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് സ്ട്രാറ്റജിയെ സിംപ്ലിഫൈ ചെയ്തതാണ് ആ പർട്ടിക്കുലർ കേസിലുണ്ടായ ഏറ്റവും വലിയ ഗ്രോത്ത് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ചെറുതായ സമയത്ത് ഉണ്ടായിരുന്ന പലരും പറഞ്ഞിട്ടുണ്ടാവാം ഇത്രയും ഫണ്ടൊക്കെ പുറത്തു കൊടുക്കണോ, അതൊക്കെ ഒരു ബാഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഐ തിങ്ക് വൺസ് വി ആർ സക്സസ്ഫുൾ പീപ്പിൾ അപ്ലോഡ്. പക്ഷെ അതിനു മുമ്പ് പലപ്പോഴും ചിലപ്പോൾ മണ്ടത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഐ തിങ്ക് ഹി മെയ്ഡ് ദ റൈറ്റ് സ്റ്റെപ്പ് ആൻഡ് ദാറ്റ്സ് ഹൗ ദ ഗ്രോത്ത് ബിഗാൻ. അപ്പോൾ അതൊരു നല്ല മെത്തേഡാണ്. ദെൻ ടീമിന്റെ കാര്യം പറഞ്ഞല്ലോ, ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഇപ്പോൾ ഞാൻ കേട്ടതും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു ബസ്സിൽ നല്ല ആളുകൾ അറിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ ബസ് എങ്ങോട്ട് സക്സസ്ഫുള്ളി പോകണം എന്നുള്ളത് അതിൻ്റെ അകത്തുള്ള ആളുകൾ തീരും. അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ യാത്രയും. സോ വെൻ വി ഹാവ് എ ഗുഡ് ടീം മെമ്പേഴ്സ്, ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ സക്സസ്. ഈവൻ ദർ കുഡ് ബി മെനി സിറ്റുവേഷൻസ് വേർ വി നീഡ് ടു പിവോട്ട്. ചിലപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ നിന്ന് മാറി വേറെ രീതിയിൽ പോകേണ്ട വന്നേക്കാം. അപ്പോഴൊക്കെ ആ ഒരു ടീമിന്റെ റിലവൻസ് വളരെ
ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെ നമുക്കൊരു ടീമിനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സുകാരനോ എന്ത് ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് ടീം സെറ്റ് ചെയ്യാം? റൈറ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ. നമ്മുടെ ഓർഗനൈസേഷനെ എങ്ങനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഗോളിലേക്ക് വിഷനിലേക്ക് പോകാൻ സ്ട്രക്ചർ ചെയ്യണത്, ആ സ്ട്രക്ചറിലെ റോൾസിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ പീപ്പിൾ ഓറിയൻറ്റഡ് ആവാതെ ഒരു പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പർപ്പസ് ഡ്രിവണിലേക്ക് പോകണമെങ്കിൽ ഇനീഷ്യലി ചില പ്രോസസ്സ് സെറ്റ് ചെയ്യണമായിരിക്കും. പക്ഷേ അവിടെ എല്ലാം ഈ റോൾ ക്രിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ റോളിൽ പ്രോപ്പർലി ഇപ്പോൾ ഞങ്ങൾ കൺസൾട്ടിങ്ങിലൊക്കെ ഒരു സ്കിൽ വിൽ മാട്രിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഒരാളുടെ കോമ്പിറ്റൻസി അസസ് ചെയ്യണത്. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സിംപ്ലി പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഒരു എ കാറ്റഗറി കമ്പനി ഉണ്ടാക്കാനാണെങ്കിൽ എ കാറ്റഗറി എംപ്ലോയി നമ്മുടെ കൂടെ വേണം. നമ്മുടെ കൂടെയുള്ള ഒരു ബി ആണെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ബി കാറ്റഗറി കമ്പനി ആയിരിക്കും. സി ആണെങ്കിൽ കമ്പനി സിയിലും എത്തും. അപ്പോൾ എ ആണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ടാലൻറ്റ് അക്വിസിഷനിൽ ശരിക്കും ഒന്ന് ഫോക്കസ് ചെയ്യണം. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. റൈറ്റ് ടാലൻറ്റ് ഇൻ റൈറ്റ് പ്ലേസ്, എന്നാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് തരാൻ പറ്റുള്ളൂ. മറ്റുള്ള പലരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഈ ആത്മാർത്ഥത കൊണ്ട് കമ്പനി വളരുന്ന. ആത്മാർത്ഥതയും കഴിവും രണ്ടാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഇന്നത്തെ യങ് ജനറേഷൻ, ഇപ്പം നിങ്ങളുടെയൊക്കെ പോലുള്ള യങ്സ്റ്റേഴ്സ് തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയി വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയായിരിക്കും വരണം. മുൻകാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല. നമ്മുടെ കൂടെ നിന്ന കുറേ വിശ്വസ്തരായ ആളുകളെ വെച്ചാണ് യാത്ര. ഈ വിശ്വസ്തരായ ആളെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് നല്ല ഡ്രൈവർ ഉണ്ട്, ഭയങ്കര വിശ്വസ്തനാ. അത് കരുതി നമുക്ക് നാളെ ഒരു സർജറി വേണ്ടി വരുമ്പോൾ പുള്ളിനെ കൊണ്ട് ജയിക്കാൻ പറ്റില്ലല്ലോ. അതിന് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പേർട്ടിനെ തന്നെ നോക്കണം. ഇതുപോലെയാണ് നമ്മുടെ സ്ഥാപനത്തിലെ അക്കൗണ്ട്സും HR-ഉം മാനുഫാക്ചറിങ് ആണെങ്കിൽ പ്രൊഡക്ഷൻ്റെ സൈഡും അല്ലെങ്കിൽ നമുക്ക് ടെക്നോളജി ആയാലും മാർക്കറ്റിംഗ് ആയാലും ഒക്കെ അവിടെ ടാലൻസ് ആവശ്യമായി വരികയാണ്. കാരണം നമ്മുടെ കൂടെയുള്ള വില്ലിങ്നെസ് ഉള്ള ആളുകൾ നല്ലത് തന്നെയാണ്, പക്ഷെ അവർക്ക് അത് എത്തിക്കാൻ പറ്റുന്നൊരു ലെവലുണ്ടാവും. അതിന് മുകളിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ അതിന് വേണ്ട അറിവുള്ള ആളുകൾ, അതിന് വേണ്ട കഴിവുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരണം. അങ്ങനെ അപ്പോൾ അത് മാത്രം ഉണ്ടായതുകൊണ്ടും കാര്യമില്ല. ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ വേൾഡിലെ പല നല്ല കളിക്കാരും കൂടെ ഒരു ക്ലബിന് വേണ്ടി ഫുട്ബോൾ കളിക്കുന്നു, എന്നിട്ട് ലാസ്റ്റ് ആ ടീം തോക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് പോലുള്ള ക്ലബ്ബുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ ലോകോത്തര താരങ്ങളെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ടീം തോക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സിനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, ടീം കോമ്പിനേഷനൊക്കെ. അപ്പോൾ ലീഡ് ചെയ്യുന്ന ആളുകളും ആ ടീമിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ സിസ്റ്റം. ഇവിടെയാണ് ഇപ്പോൾ സ്പോട്ടിഫൈ പോലുള്ള കമ്പനിയൊക്കെ ഈ അടുത്ത കാലത്ത് വളരെ ചർച്ചാ വിഷയമാക്കിയൊരു ടീം കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, സ്കോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. കാരണം സ്പോട്ടിഫൈ നമുക്കറിയാമല്ലോ, ഓഡിയോ സ്ട്രീമിംഗ് ആപ്പ് ചെയ്യുന്ന കമ്പനിയാണ് അല്ലേ. അപ്പോൾ അവർ കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് ഈ സ്കോഡ് എന്ന് പറയുമ്പോൾ 5-6 പേരടങ്ങുന്ന ചെറിയ സ്കോഡുകളാക്കിയിട്ട് അവർ ടീമിനെ മാറ്റും. എന്നിട്ട് നമ്മൾ സാധാരണ ട്രഡീഷണൽ ഹൈറാർക്കി സ്ട്രക്ചറിൽ ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരൊക്കെ HR ഫംഗ്ഷൻ, മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗ്, ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ്, ഇങ്ങനെയുള്ള വർക്ക് ചെയ്യണം. ഇവരതിന് പകരം ഒരു മിഷൻസ് സെറ്റ് ചെയ്യും. ഇപ്പോൾ അടുത്തൊരു 3 monthsലേക്ക് കമ്പനി 2-3 പ്രൊജക്റ്റ് ആയിരിക്കും ഫോക്കസ് ചെയ്യണത്. അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ സ്ക്വാഡ് ഫോം ചെയ്യും. സ്ക്വാഡിൽ ചിലപ്പോൾ 3-4 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും ആ സ്ക്വാഡിൽ. അപ്പോൾ ഇവരുടെ ഒരു തോട്ട് പ്രോസസ്സിനും വ്യത്യാസം ഉണ്ടാവും. ഇവർ ആ മിഷൻ അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇവരുടെ മുന്നിലെ ഒബ്ജക്റ്റീവ്. ഇപ്പോൾ നമ്മൾ കണ്ട ഓപ്പറേഷൻ സിന്ദൂറൊക്കെ പോലെ ഓരോ ഓർഗനൈസേഷനിലും ഓരോ പർട്ടിക്കുലർ മിഷൻസ് ഇട്ടിട്ട് ആ മിഷൻ ഫോക്കസ് ആയി വർക്ക് ചെയ്യണം. അപ്പോൾ ഈ ടീം അലൈൻമെൻറ്റ് വളരെ സ്ട്രോങ് ആയി വരും. അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ, ഈ ടുഗദർ എവരി വൺ അച്ചീവ് മോർ എന്നാണല്ലോ ടീം എന്ന് പറയുന്നത്. ആ ടീം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ ടീമിൻ്റെ അകത്തുള്ള ആളുകളുടെ ടാലൻറ്റും അതുപോലെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. ചിലർ നല്ല ഡൂവേഴ്സ് മതിയായിരിക്കും ഒരു ടീമിൽ ആക്ടിവിറ്റി ചെയ്യാൻ. ചിലപ്പോൾ ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന ആളുകൾ അവർ പറയുന്ന കാര്യം ഭംഗിയായി ചെയ്താൽ മതിയായിരിക്കും. അവിടെ വില്ലിങ്നെസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ മുകളിൽ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാനും ടീമിലേക്ക് വിഷൻ എത്തിക്കാനും ഒക്കെ പറ്റണമെങ്കിൽ റൈറ്റ് ടാലൻസ് അവിടെ വേണം. അപ്പോൾ ആ കോംബോ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സ്റ്റെപ്പിലെ ടീമും ഇങ്ങനെ ആയിരിക്കണം ഫോം ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമല്ലേ സ്പോട്ടിഫൈയുടെ സ്ക്വാഡ് അല്ലേ. അപ്പോൾ അതിൽ ഇപ്പം എനിക്ക് കേട്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൊല്ലുണ്ടല്ലോ, ദ ഫൂൾ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് ഇമ്പോസിബിൾ സോ ഹി ഡിഡ് ഇറ്റ്. കറക്റ്റ്. അപ്പോൾ ഡിസ്റപ്ഷന് പലപ്പോഴും എനിക്ക് തോന്നുന്നു നല്ലൊരു മെത്തേഡാണത്. ഇപ്പം ഞങ്ങൾ മാനുഫാക്ചറിങ് ആംഗിളും കൂടിയുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു സെയിൽസ് ടീമിന് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന പ്രഷർ ഒരിക്കലും മനസ്സിലാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ക്ലയൻറ്റിനോട് നമ്മൾ ഒബ്വിയസ്ലി ക്ലയൻറ്റ് നമ്മളുടെ അടുത്ത് ടൈം ലൈൻസും കാര്യങ്ങളും പറയുമ്പോൾ സെയിൽസിൻ്റെ ടീം പ്രൊഡക്ഷൻ ടീമിനോട് ആ ഒരു പ്രഷർ പാസ് ചെയ്യും. അത് വരുമ്പോൾ പലപ്പോഴും ആ ഫ്ലോറിൽ മനസ്സിലാവില്ല. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വെൻ വി ട്രൈ ടു എക്സ്പോസ് ദിസ് പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ടീം ടു ദ ക്ലയൻറ്റ് സൈഡ്, ആക്ച്വലി ദേ സ്റ്റാർട്ടഡ് ടു അപ്രീഷിയേറ്റ് ദ സെയിൽസ് ടീം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സ് മാറുവാണ്. അപ്പോൾ വെൻ വി ആസ്ക് ദിസ് പെർട്ടിക്കുലർ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നോക്കുന്ന ഒരാളോട് സെയിൽസ് സ്ട്രാറ്റജി ചെയ്യാൻ പറയുമ്പോൾ ഇത്രയും നാൾ നമ്മൾ കാണാത്തതും ആയിട്ടുള്ള കുറേ ചിന്തകളാണ് വരുന്നത്.
I'm not saying that it will be a perfect one, but there will be something. If you are able to take out the noise and filter it out, there will be something. കറക്റ്റ്. അപ്പോൾ ഐ തിങ്ക് ആ ഒരു ഓവറോൾ കമ്പനിയുടെ ഒരു ആംഗിളിൽ ആലോചിക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് സംതിങ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം വേറൊരു കാര്യം കൂടെ ഉണ്ട്, പലരും ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ ടീമിലൊക്കെ വന്ന പുതിയ ആളുകളിൽ നിന്നൊക്കെ അതിൽ മികച്ച പെർഫോമേഴ്സിനെ എങ്ങനെ പെട്ടെന്ന് കണ്ടെത്തും. ഇത് പല ഓർഗനൈസേഷനും ചിന്തിക്കുന്ന കാര്യമാണ്. ഇവിടെയാണ് ഈ ജോബ് റൊട്ടേഷൻ അക്രോസ് ദ റോൾസ്. ഈ റോളുകളിൽ ഇങ്ങനത്തെ ചില റൊട്ടേഷൻ ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് ഈ ഒരു മിഷൻ ആണെങ്കിൽ നമുക്കതിലൊരു പെർമനന്റ് റിസ്ക് ഒന്നുമില്ല. വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്കത് സ്വിച്ച് ചെയ്യാം. മാത്രമല്ല ഇത് അദ്ദേഹത്തെ മാത്രം ഏൽപ്പിക്കുമല്ലോ, ഇതൊരു ടീം എഫേർട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഫ്രണ്ട് എൻഡിൽ വരുമ്പോൾ അയാളുടെ കാഴ്ചപ്പാടേ മാറും. മാത്രമല്ല നാളെ ആ ടീം സിനർജി ഉണ്ടല്ലോ, ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളോടുള്ള അവരുടെ സമീപനത്തിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്നവർ കസ്റ്റമറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. പക്ഷെ ഇവരുടെ പിന്നീടുള്ള ജോലിയിൽ കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം കസ്റ്റമറെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഇവൻ ബാക്ക് എൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അതുവരെ ഇവനിവിടെ ഇന്റേണലി ഉള്ള ടൈം ലൈൻ മാത്രം നോക്കി പ്രൊഡക്ഷൻ ഷെഡ്യൂൾ മാത്രം നോക്കിയായിരിക്കും വർക്ക് ചെയ്യണേ. അവനൊരു ഒരു മെക്കനൈസ്ഡ് ജോബ് പോലെ ചെയ്യുന്നവൻ അതിൽ നിന്ന് എൻറ്റയർലി മാറിയിട്ട് അവരിൽ ആ ഒരു വർക്ക് ഓർഡർ കിട്ടുമ്പോൾ മുതലേ ആ കസ്റ്റമറേയും കൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ ഉണ്ടാകാവുന്ന ഒരു രീതി എന്ന് പറയുന്നത് വലിയൊരു മാറ്റമായിരിക്കില്ലേ? അതെ, വളരെ വളരെ നല്ലൊരു ഇതാണ്. എനിക്കൊന്ന് നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട. പറഞ്ഞാലും റിസ്ക് ഇല്ല. നമ്മൾ ഒരുപാട് ലോങ് ടൈം മേ ബി പുട്ട് എ പേഴ്സൺ ഇൻ അനദർ പേഴ്സൺ ഷൂയിൻ ഫോർ 1 day. ഒരു ദിവസത്തേക്ക് മാറ്റി ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ദിവസം വരുന്ന ഒരു ഇമ്പാക്ട് ചിലപ്പോൾ വലിയ വലിയ തീരുമാനങ്ങൾക്കും വലിയ റിസൾട്ട്സിനും ആ ജേർണിക്ക് ഹെൽപ്പ് ആയേക്കാം. ഐ തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ. ഇപ്പൊ ടീമിന്റെ കാര്യം പറഞ്ഞു, ഐ തിങ്ക് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഡൈവ് എ ബിറ്റ് മോർ ഇൻ ടു ദാറ്റ്. കാരണം ടീം റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് ആണ് ഐ തിങ്ക് ആ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ സ്കെയിൽ ചെയ്യാൻ ഏറ്റവും വലിയ ആവശ്യമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ടീമിനെ സെറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ടാലൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ റൈറ്റ് ടാലന്റിനെ എങ്ങനെ നമുക്ക് അട്രാക്ട് ചെയ്യാം? I don't think this generation is working just for money. They need something more. Correct. What exactly is it? എല്ലാ entrepreneursഉം ക്രാക്ക് ചെയ്യാനായി നോക്കുന്ന ഒരു കാര്യമാണ്. What do you think? തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞങ്ങളൊക്കെ നമ്മുടെ പല സ്ഥാപനങ്ങളിലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പല ട്രെയിനിങ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടന്റാണ് ഹൗ ടു ഹാൻഡിൽ ജെൻസി. ജനറേഷൻ സെഡ് എന്ന് വിളിക്കുന്ന കാറ്റഗറി, മേ ബി ഒരു 27 വയസ്സിനകത്തൊക്കെ ഇപ്പം നിൽക്കുന്ന ആളുകൾ, അവരാണ് ഇന്ന് പല ഓർഗനൈസേഷനിലും വലിയ ഡ്രൈവിംഗ് ഫോഴ്സായിട്ടും ഫ്യൂച്ചർ ലീഡേഴ്സായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഫ്രഷേഴ്സായിട്ട് വന്ന് കയറുന്ന കാറ്റഗറി ഒക്കെ ഉണ്ടല്ലോ, അതിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവരുടെ ഒരു വർക്കിംഗ് രീതിയും ജോലിയോടുള്ള സമീപനവും ഒക്കെ വളരെ ഡിഫറെൻറ്റാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഒരു 2 or 3 എന്താ പറയുക, നമ്മുടെ ഈ ഒരു ജനറേഷനിലുള്ള ആളുകൾ പല ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ഒരു 50 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകൾ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളായിട്ടായിരിക്കും യങ്സ്റ്റേഴ്സിനെ കാണുന്നത്. യങ്സ്റ്റേഴ്സ് 50 ആവണമെന്നില്ല. ഇന്നിപ്പോൾ മലയാള മനോരമ 2024 വാക്ക് എന്ന് പറഞ്ഞ് കണ്ടെത്തിയൊരു സാധനം ഉണ്ടായിരുന്നു, തന്ത വൈബ്. ഈ തന്ത വൈബ് എന്ന് പറഞ്ഞ സാധനമായിട്ടാണ് അവരെല്ലാവരും പറയണത്. അവർ തിരിച്ചിങ്ങോട്ട് പറയും പുള്ളി അത് ഇത്രേ ഉള്ളൂ, പുരോഗമന ചിന്താഗതി ഇല്ലാതെയാണ് അവർ കാണുന്നത്, ടെക്നോളജിയെ പറ്റി ചിന്തിക്കണില്ല, ഔട്ട്ഡേറ്റഡ് മെത്തേഡ്സ്. അപ്പോൾ ഇവർ ശരിക്കും വിശ്വസിക്കുന്നത് എന്തിലാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ ടീമായി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർ ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഹൗ ആൻഡ് വൈ അവർ ഫോക്കസ് ചെയ്യണ എന്താ, എന്ത് വേണം, അത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം, ഇത്ര സമയത്ത് ചെയ്യണം, ഇന്ന വേഷത്തിൽ വന്നിരുന്ന് ചെയ്യണം, അതൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യണില്ല. അങ്ങനെയുള്ളിടത്താണ് അവർ, അതായത് ഇന്നിപ്പോൾ ഒരു വൈബില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും പല ഓർഗനൈസേഷൻ വേണം, സാലറി ഒന്നും അല്ല. അപ്പം ഇവരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷൻ ആ ഒരു വൈബിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടീം ഫോർമേഷൻ അല്ലെങ്കിൽ ടീം എഫിഷ്യൻസി ഒക്കെ ആയതുകൊണ്ട് പറയാണ്, റിക്രൂട്ട്മെന്റ്, ടാലന്റ് അക്വിസിഷൻ്റെ ഒക്കെ കൂടെ എംപ്ലോയി എൻഗേജ്മെന്റ്, അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഓർഗനൈസേഷൻസ് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം. എൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയി, എൻഗേജ് മീൻസ് അവൻ്റെ മനസ്സിലും ചിന്തയിലും എല്ലാം ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു സിമ്പിൾ ഒരു ഇത് പറയാം, ഒരു LCL ഫോർമുല നമുക്ക് വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാം. ഒരു LCL ഫോർമുല നമ്മളെപ്പോഴും ഇങ്ങനെ ആക്രോണിംസ് ഒക്കെ ആയിട്ട് ചില സാധനം സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് ക്ലയൻസിനെ പെട്ടെന്ന് കണക്ട് ചെയ്യാനോ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാനോ എളുപ്പത്തിന് വേണ്ടിയാട്ടോ. അപ്പോൾ ഈ ഒരാൾ നമ്മുടെ ഓർഗനൈസേഷനിൽ വന്ന് നമ്മളുമായിട്ടുള്ള യാത്ര, കാരണം ഒരു വിഷൻ ഫെസിലിറ്റേഷന് വേണ്ടിയാണല്ലോ അയാളും കൂടെ ഇതിൻ്റെ ഭാഗമാവുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് ജേണിയിലേക്ക് പുള്ളി വരുമ്പോൾ LCL മീൻസ് അദ്ദേഹത്തെ ശരിക്കും ഫസ്റ്റ് ലവ് ഇറ്റ്. ഒരു ജോബിലേക്ക് ഒരാൾ പുതിയതായിട്ട് കയറുമ്പോൾ അവൻ ആ ജോലിയെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഓർഗനൈസേഷൻ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളാണെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയിലൊന്ന് ചിന്തിച്ചു, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറാറുണ്ട്.
ഒരാൾ ഭയങ്കരമായിട്ട് സ്പോർട്സ് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ സ്പോർട്സിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അയാൾ ഡയറ്റ് എടുക്കും, അയാൾ ഫിസിക്കലി എക്സസൈസ് ചെയ്യും. എക്സസൈസ് ഇഷ്ടമായിട്ടാവണമെന്നില്ല, പക്ഷേ ആ സ്പോർട്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്യണത്. അപ്പോൾ ലവിന് വേണ്ടിയിട്ടാണ് എൽന് വേണ്ടി സി ചെയ്യും. സി മീൻസ് ചേഞ്ച് ഇറ്റ്. അപ്പോൾ നമ്മുടെ നമ്മുടെ ജോലി ചെയ്യുന്ന ഇടം, നമ്മുടെ ഓർഗനൈസേഷൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ ഈ വ്യക്തി ചിലപ്പോൾ ഇയാളുടെ സ്വഭാവത്തിൽ ചിലപ്പോൾ അല്പം അഗ്രസീവ്നെസ് ഉണ്ടാവും, ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, ചിലപ്പോൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ മാറ്റി തുടങ്ങും. ലവും ചെയ്യാൻ പറ്റുന്നില്ല, ചേഞ്ചും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ലീവ് ഇറ്റ്. ഇതാണ് ഫൈനൽ. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഓർഗനൈസേഷനുകളിൽ കുറേ ആളുകൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള ഒരു റിവ്യൂ അപ്രൈസലൊന്നും ഇല്ലാതെ കുറേ നാൾ കടന്നു പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ ചിന്തിക്കുക, കുറേ നാൾ ട്രെയിൻ ചെയ്തതല്ലേ, ഇനി മാറി പുതിയൊരാൾ വന്ന് വീണ്ടും ട്രെയിൻ ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ ഇയാളെയും കണ്ടങ്ങും പോകും. പക്ഷെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഗ്രോത്തും വിഷനും പ്ലാനും ഒക്കെ അവിടെ സ്ലോ ഡൗൺ ആവും. കാരണം ഇയാൾ നന്നായി വരാനെടുക്കുന്ന കാലഘട്ടം വരെ ഈ കമ്പനി ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരുന്നാൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അതിനൊരു റീസണും കൂടി ഉണ്ട്. ഇന്നത്തെ ബിസിനസ് എൻവയോൺമെന്റിൽ 2 തരം ആളുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനാണ്, ഫസ്റ്റ് കമ്മർ വേഴ്സസ് ഫാസ്റ്റ് കമ്മർ. ഒന്ന് ഫസ്റ്റ് കമ്മേഴ്സ് ആയിരിക്കും, മേ ബി 50 ഇയർ 100 ഇയർ എന്നൊക്കെ പറഞ്ഞ് ലെഗസി ആയിട്ടുള്ള ആൾക്കാർ. ഒരു കൂട്ടം ആളുകൾ ഫാസ്റ്റ് കമ്മേഴ്സ്. അപ്പം ഇവർ തമ്മിലുള്ള ഈ ഒരു കോമ്പറ്റീഷൻ്റെ അകത്ത് ഈ ടീമിൻ്റെ എഫിഷ്യൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ ടീമിനെ എഫിഷ്യൻ്റ് ആക്കുന്നതിൽ ടീമിൽ പല ജനറേഷനിലുള്ള ആളുകൾ വന്നാലും അവരെ ഇൻഡക്ഷൻ ഓറിയൻറ്റേഷൻ പ്രോസസ്സ്, എംപ്ലോയി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അവർ പോലും ജോലി ചെയ്യുകയാണെന്ന് തോന്നാതെ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള പിന്നെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. യങ് ജനറേഷൻ്റെ കാര്യം ചോദിച്ചല്ലോ, ഓട്ടോണോമിയാണ് അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ ഉള്ള സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ്സ്, എന്നും ഒരു റൂട്ടീൻ ജോബ് അല്ലെങ്കിൽ ജസ്റ്റ് അനദർ ജോബ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ പണ്ടത്തെ ഈ ട്രഡീഷണൽ അപ്രൈസൽ സിസ്റ്റം എങ്ങനെയാണ്, നമ്മൾ നോർമലി കാണുന്നത് ക്വാർട്ടർലി, ഇയർലി, ഹാഫ് ഇയർലി ഒക്കെ അപ്രൈസൽ. അവർക്ക് ഫീഡ്ബാക്ക് ഇൻസ്റ്റൻ്റാണ് വേണ്ടത്. ഒരു കാര്യം ചെയ്തു, അപ്രീസിയേഷൻ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വേണം. പ്രോബ്ലം ആണെങ്കിൽ തന്നെ അത് എയർലി ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റണം. എന്നാലാണ് അവർക്ക് നേരത്തെ പറഞ്ഞ വൈബ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ആവശ്യം. ഇതിൽ 2-3 മേജർ ടേക്ക് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരു ആളൊരിക്കലും ഒരു കമ്പനിയെ ലീവ് ചെയ്യുന്നതിലും ഉപരി അപ്രണ്ടുള്ള മാനേജറിനെയാണ് ലീവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തന്ത വൈബ് എന്ന് പറയുന്നത് ഒരു മേജർ ഇഷ്യൂ ആണ്. മോസ്റ്റ്ലി മാനേജർ ലെവലിൽ നിൽക്കുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 40+ ആ ഒരു സ്റ്റൈലിൽ നിൽക്കുന്ന ഒരാളുടെ അണ്ടറിൽ ഒരു ടാലന്റ് ആയിട്ടുള്ള യങ് ആള് വരുമ്പോൾ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എത്ര പേയ്മെന്റ് കൊടുത്തിട്ടും കാര്യമില്ല, അവരവരുടെ പാട്ടിന് പോകും. അപ്പൊ ഇതില് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ് LCL എന്നല്ലേ? LCL സ്റ്റാൻഡ്സ് ഫോർ ലവ് ഇറ്റ്, ചേഞ്ച് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. യെസ്, ലവ് ഇറ്റ്, ചേഞ്ച് ഇറ്റ്, ലീവ് ഇറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ എനിക്ക് ലവ്, അതുപോലെ ഒരു കമ്പനിയോട് സ്നേഹം തോന്നണമെങ്കിൽ ഐ തിങ്ക് കൾച്ചർ പ്ലേസ് എ മേജർ റോൾ. അപ്പോൾ ഒരു കമ്പനിയുടെ കൾച്ചർ സെറ്റ് ചെയ്യുക, ഇതെല്ലാം ആ ഒരു ഗ്രോത്തിന്റെ വളരെ ഫൗണ്ടേഷൻ ലെവലാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് സംതിങ് വെരി ഫണ്ടമെന്റൽ തിങ് വി ഷുഡ് ബിൽഡ്. ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് പോകണമെങ്കിൽ ഇതിന്റെ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കമ്പനി കൾച്ചർ, വാട്ട് ഡു യു തിങ്ക്? ആ ഒരു കൾച്ചറിന്റെ റിലവൻസ് എങ്ങനെ, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മൾ സാധാരണ പറയല്ലോ, കൾച്ചർ ഈറ്റ് സ്ട്രാറ്റജി ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയില്ല. ലൈക്ക് ആ കൾച്ചർ ഭയങ്കര എത്ര മികച്ച സ്ട്രാറ്റജി കൊണ്ടുവന്നാലും ആ കൾച്ചർ ഓർഗനൈസേഷനിലെ എല്ലാ എലമെൻസുമായിട്ട് സിങ്ക് ചെയ്താലേ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിക്കും എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിൽക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പല ജനറേഷനിലുള്ള ആളുകൾക്ക് വന്ന് അവരുടെ അഭിപ്രായങ്ങളും ഐഡിയാസൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ആ ഓർഗനൈസേഷൻ്റെ കൾച്ചറിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ ഓർഗനൈസേഷൻ്റെ കൾച്ചർ നമ്മൾ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ വരുന്ന ആളുകൾ അവരുടെ കൾച്ചർ നമ്മുടെ ഓർഗനൈസേഷൻ്റെ കൾച്ചറാക്കി മാറ്റും. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന പല കമ്പനികൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കൾച്ചർ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ഗ്രോത്ത്, ഹൈ പെർഫോമിങ് കൾച്ചറൊക്കെ ഇല്ലേ, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിൽ ഏറ്റവും പ്രധാനം ഈ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനമായിട്ട് 5 Mകളായിരിക്കും മെയിൻലി മാനേജ് ചെയ്യുന്നുണ്ടാവുക: മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി ആൻഡ് മെത്തേഡ്സ്. ഇതിലെ ഏറ്റവും പ്രശ്നക്കാരൻ ഈ മെൻ മാത്രമാണ്. കാരണം ബാക്കിയൊക്കെ നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇറങ്ങി ഒന്നും ചെയ്യൂല. പക്ഷേ ഈ വ്യക്തിയുടെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ കമ്പനിയിൽ 50, 100, 200, 500 ഒക്കെ എംപ്ലോയീസ് ഉണ്ടാകുമ്പോൾ എന്ത് പറഞ്ഞാലും ഇത് 50 പേര് 50 തരത്തിലായിരിക്കും ചിലപ്പോൾ അതിനെ ഉൾക്കൊള്ളണത്. അപ്പോൾ ഇവനെ എല്ലാം ഒരു കോമൺ സ്ലേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൾച്ചർ സെറ്റിംഗ് ഒക്കെ കൊണ്ടുവരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എളുപ്പത്തിൽ ലവ് ഇറ്റ്, ചേഞ്ച് ഇറ്റ് എന്നൊക്കെ. ഈ അഡാപ്റ്റബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റി, റെസിലിയൻസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞൊരു വികാരമൊക്കെ ഉണ്ടാവണമല്ലോ. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സ്ഥാപനത്തെ ആയിരിക്കില്ല വിട്ടുപോകണത്, മാനേജറെ ആയിരിക്കും വിട്ടുപോകണമെന്ന് പറഞ്ഞു. കാരണം അവന് ആ സ്ഥാപനത്തിൻ്റെ കൾച്ചർ ബോധ്യപ്പെടുന്നത് ആ മാനേജറിലൂടെ ആയിരിക്കും. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താ, സീനിയർ ടീം മെമ്പേഴ്സ്, കോർ ടീം മെമ്പേഴ്സ് ഇല്ലേ, അവർ ശരിക്കും കൾച്ചറൽ അംബാസഡേഴ്സാണ് ഓർഗനൈസേഷൻ്റെ.
നമുക്കിപ്പോൾ ഞാൻ ഓർഗനൈസേഷനിൽ 100 പേരുടെയും 100 പേരുടെയും കൾച്ചർ സെറ്റ് ചെയ്യൽ ഇപ്പോൾ പ്രാക്ടിക്കൽ ആവണമെന്നില്ല. ഇനീഷ്യലി നമുക്ക് ആദ്യം ചെയ്യാവുന്നത് ടച്ച് പോയിന്റ്സ് എന്ന് വിളിക്കാവുന്ന കോർ ടീം മെമ്പേഴ്സ്, അവരായിരിക്കും ബിസിനസ്സിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്കും കമ്മ്യൂണിക്കേഷൻ പോകുന്ന ആൾക്കാർ. അവരെ നമ്മൾ ഒരു നല്ലൊരു നമ്മുടെ ഓർഗനൈസേഷന് ഫിറ്റായിട്ടുള്ള, നമ്മുടെ ഓർഗനൈസേഷനെ എന്ത് പേരിൽ അറിയപ്പെടണം എന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ അവരൊന്ന് മോൾഡ് ചെയ്തെടുക്കുക. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വളരെ ഫേമസ് ആയ 2 കമ്പനികളാണല്ലോ ടാറ്റയും റിലയൻസും. പറയുകയാണെങ്കിൽ അഗ്രസീവ് ഗ്രോത്ത് ആ റിലയൻസിന്. പക്ഷെ എന്നും കൾച്ചറിലും വാല്യൂസിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് ടാറ്റയെ പറ്റി പറഞ്ഞു? ടാറ്റയുടെ ഒരു കാലഘട്ടത്തിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത മാനേജേഴ്സിനെ നോക്കുക. രത്തൻ ടാറ്റ എന്ന് പറയുന്ന വിഷണറി ലീഡറിൻ്റെ കുറേ പേഴ്സണൽ ട്രേറ്റ്സ് ഫോളോ ചെയ്യുന്ന നല്ല ലീഡേഴ്സ് അവിടെയുണ്ട്. ആ വാല്യൂസും എത്തിക്സും ട്രസ്റ്റും ഒക്കെ മറ്റ് ലീഡേഴ്സിൽ നമുക്ക് കാണാൻ പറ്റി. കാരണം പലപ്പോഴും പല കമ്പനിയുടെയും സിഇഒനെയും മാനേജ്മെൻറ്റ് ടീമായിട്ടൊന്നും അല്ലല്ലോ ബാക്കി വെൻഡേഴ്സോ നോർമൽ എംപ്ലോയീസൊക്കെ ഡീൽ ചെയ്യണത്. അവർ ആ ഓർഗനൈസേഷൻ്റെ കൾച്ചർ എങ്ങനെയാണ് അറിയണത്? ആ ഹാൻഡിൽ ചെയ്യണ വ്യക്തിയുടെ കൾച്ചറിലൂടെ ആയിരിക്കും. അപ്പം നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ ഇനീഷ്യലി ഉള്ള ആ ടീം മെമ്പേഴ്സിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ കൊച്ചസേബ് ചെല്ലപ്പള്ളി സാറൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന കോർ ടീമാണ്. കാരണം അവർ ആ കൾച്ചറിനെ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് എങ്ങനെ ബാക്കിയുള്ളവരിലേക്കൊക്കെ എത്തിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ആ കോർ ടീം ബിൽഡിങ്ങിൻ്റെ അകത്ത് ഈ കൾച്ചറിനെ ഒന്ന് ലീഡേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊന്ന് ഫോക്കസ് ചെയ്ത് അതിലൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. എങ്കിൽ അതിനെ പിന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിലൂടെ ആയിരിക്കും ആ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നന്നാവുക. ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു റീഡ് ഉണ്ട്. സാപ്പർ, ഐ തിങ്ക് സാപ്പേഴ്സ് റൈറ്റ്, ഷൂവിന്റെ ബ്രാൻഡ്. അപ്പൊ അവരുടെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്തൊരു കൾച്ചർ മെത്തഡ്, ഐ തിങ്ക് ദേ മേഡ് സം 10 കൾച്ചറൽ റൂൾസ് ആൻഡ് ദേ ട്രൈ ടു ഇംപ്ലിമെന്റ് ഇറ്റ്. ഐ തിങ്ക് ആ ഒരു ഡെലിവർ ഹാപ്പിനെസ് അവരുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഡു സംതിങ് എക്സ്ട്രാ ഓർഡിനറി ടു മേക്ക് ദ കസ്റ്റമർ ഫീൽ വാവ്. അതൊരു പാർട്ട് ഓഫ് കൾച്ചറാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വേറെ രീതിയിൽ പ്ലേസ് ചെയ്യുന്നത്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കൾച്ചർ. അപ്പൊ ആ ഒരു കൾച്ചറിന്റെ റിലവൻസ് ആണ് കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യുക. എൻഡ് ഓഫ് ദ ഡേ ദാറ്റ് റിഫ്ലെക്ട്സ് ദി ഗ്രോത്ത് ആസ് വെൽ. ഇതിൽ ഒരു കമ്പനിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. സോ എങ്ങനെ കൾച്ചർ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള സ്റ്റഡിയുടെ ഭാഗമായി കിട്ടിയൊരു റിസർച്ച് ആണത്. അതിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ they have set 10 cultures. ഒരു 1 2 3 4 അങ്ങനെ 10 കൾച്ചർ എഴുതി A4 പേപ്പറിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഓൺ എ ഡെയിലി ബേസിസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എടുക്കുക, ടു മേക്ക് കസ്റ്റമർ ഫീൽ വാവ്. ആ ഒരു കാര്യം ഒരു എംപ്ലോയി അന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി ഷെയർ ചെയ്യുക. ഈ 10 കൾച്ചറിൽ നിന്ന് ഏത് കൾച്ചറാണ് എന്നത് നോട്ട് ചെയ്യുക. ജസ്റ്റ് പോസ്റ്റ് ഇറ്റ്. അതിലെല്ലാവരും ഉണ്ടാവും. കമ്പനിയുടെ ടോപ്പ് മോസ്റ്റ് സിഇഒ മുതൽ എല്ലാവരും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഡെയിലി ബേസിസ് നമ്മൾ കാണുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ആൻഡ് ഐ തിങ്ക് കമ്പനി കൾച്ചർ ഈസ് സംതിങ് നോട്ട് ജസ്റ്റ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ടുവേർഡ്സ് എ കമ്പനി. അത് പേഴ്സണൽ ലൈഫിലും റിഫ്ലക്ട് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു നല്ല കൾച്ചർ സോഷ്യലി റിലവൻ്റ് ആവുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ ഹാപ്പിനെസ് കൊണ്ടുവരിക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ ഒരു കോറായിട്ട് കമ്പനി കൾച്ചർ പേഴ്സണലിയും ആളുകളെ അവിടുത്തെ സ്റ്റാഫ്സിനെ എംപ്ലോയിനെ ഡെവലപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ LCL ആ ഒരു ഇഷ്യൂവിനെ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു പല മെത്തേഡ്സിലൂടെയും. അതായത് നമുക്ക് 2 എക്സാമ്പിളുകൾ വേണമെങ്കിൽ നോക്കിയാലേ ഇത് പെട്ടെന്ന് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ വളരെ എല്ലാവരും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് നോക്കി കാണുന്നൊരു ലോകോത്തര ബ്രാൻഡാണല്ലോ ഗൂഗിൾ. ഗൂഗിൾ കമ്പനി ഫോളോ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഉണ്ട് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട്. ബ്ലെയിംലെസ് പോസ്റ്റ്മോർട്ടം എന്നാണ് അതിന് പറയുന്നത്. ബ്ലെയിംലെസ് പോസ്റ്റ്മോർട്ടം. ഇതിന്ന് IT കമ്പനികൾ, സർവീസ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയ ഒരു കൾച്ചറാണ്. അതായത് ഇത്ര ഉള്ളു സംഭവം. സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിൽ ഒരു എററോ മിസ്റ്റേക്കോ ഉണ്ടാവുമ്പോൾ അത് ചെയ്ത ആളായിരിക്കും ചിലപ്പോൾ ആദ്യം തിരിച്ചറിയണത്. പക്ഷെ അത് മിണ്ടൂല. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാളെ എൻ്റെ പ്രൊമോഷനെ, എൻ്റെ കരിയറിനെ ആഘോഷിക്കപ്പെടും. 1. 2, പിന്നെ അറിയുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആളായിരിക്കും. ഇവൻ പലപ്പോഴും ഇത് പറയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇവൻ ഇത് പൊട്ടിച്ചാൽ നാളെ അവൻ എൻ്റെ ഒരു സാധനം മറച്ചു വെച്ചിട്ടുണ്ട്, അത് പൊട്ടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും. ഈ 2 സംഭവിച്ചാൽ ഇതിന്റെ ദോഷം സംഭവിക്കുന്നത് കമ്പനിക്ക് അല്ലെങ്കിൽ ഈവൻ കസ്റ്റമർക്ക് സംഭവിച്ചാൽ അത് ബ്രാൻഡിന് ഒക്കെയാണ് എഫക്ട് ചെയ്യാൻ പോണത് അല്ലേ. അപ്പോൾ ഇവരുടെ ഇപ്പോൾ പലപ്പോഴും ഡെവലപ്പേഴ്സ് പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ബഗ്സ് ഒക്കെ ഉണ്ടായിട്ട് ഗൂഗിളിൽ ഇതുപോലത്തെ ചലഞ്ചസ് ഉണ്ടായപ്പോൾ അവർ കണ്ടെത്തിയ ഒരു മെത്തഡോളജി ആയിരുന്നു ഈ ബ്ലെയിംലെസ് പോസ്റ്റ്മോർട്ടം. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ കമ്പനിയിൽ ആർക്ക് എന്ത് മിസ്റ്റേക്ക് വർക്കിൽ ഉണ്ടായാലും അവർക്ക് തന്നെ സ്വമേധയാ വേണമെങ്കിൽ അത് പറയാം. അടുത്തിരിക്കുന്നവൻ്റെ കാര്യം ആർക്ക് വേണമെങ്കിലും പറയാം. ആരെയും അവിടെ പേഴ്സണലി ബ്ലെയിം ചെയ്യില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഹൂ, വൈ ആൻഡ് ഹൗ
ഇത് രണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യും. പോസ്റ്റ്മോർട്ടം ഇൻ ദ സെൻസ് ഒരു വിഷയത്തിലേക്ക് ഡെപ്തിൽ പോയിട്ട് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന റൂട്ട് കോസ് അനാലിസിസ് ഒക്കെ ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നാളെ ഈ മിസ്റ്റേക്ക് വീണ്ടും ഉണ്ടാകാതിരിക്കാൻ. പക്ഷെ അവിടെ ഉണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത്ര ഇരട്ടിയാണെന്നാണ് പറയുന്നത് ഈ ഒരു കൾച്ചറൽ എലമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ. എന്താ കാരണം എന്ന് വെച്ചാൽ ആളുകൾക്ക് പിന്നെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുകയാണ്. കാരണം ഇപ്പം നമ്മുടെയൊക്കെ സ്ഥാപനങ്ങൾ ആലോചിക്കുക, തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാവും. ഈ തെറ്റുകൾ പലതും നമ്മൾ പോലും അറിയാതെ നമ്മളിപ്പോൾ ഒരു പിയാൻഡലോ ബാലൻസ് ഷീറ്റോ ഒന്നും നോക്കിയാൽ നമുക്ക് അറിയാൻ പാടില്ലാതെ പോകുന്ന ഒരു എക്സ്ട്രാ ചിലവാണ് റീവർക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും പല വർക്ക് തെറ്റിപ്പോയിട്ടോ മേ ബി ഒരു സ്ഥലത്തേക്ക് ഒരു വാഹനം ഓടി, ഒരു സ്റ്റാഫ് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടായിരിക്കും ചിലപ്പോൾ ആ വണ്ടി വീണ്ടും ഓടുന്നു, പെട്രോൾ എക്സ്പെൻസ് ആവണം. ഇതൊന്നും എവിടെയും മെഷർ ചെയ്യപ്പെടണില്ല പല സ്ഥലങ്ങളിലും ഈ റീവർക്കിൻ്റെ കോസ്റ്റൊക്കെ. ഇത് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടെ ഈ ബ്ലെയിംലെസ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ മിസ്റ്റേക്കിനെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ നോർമലി രണ്ട് വാക്ക് പറയും PM ആൻഡ് BM. PM കറക്റ്റ് ആയില്ലെങ്കിൽ BM ഉണ്ടാകുന്നതാണ്. PM മീൻസ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. അത് കറക്റ്റായി നടന്നില്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് സംഭവിക്കാം. ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോഴേക്കും റെപ്യൂട്ടേഷനെ ബാധിക്കും, എക്സ്പെൻസ് കൂടും, നമുക്ക് ആകെ ഇറിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ PM കറക്റ്റ് ആണെങ്കിലോ, ഇപ്പോൾ വണ്ടി വാങ്ങി നമ്മൾ ഉപയോഗിക്കുമ്പോൾ പറയുന്ന ടൈമിൽ സർവീസ് പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ BM സംഭവിക്കും അല്ലേ. അതുപോലെ ഈ കമ്പനിയിൽ ഗൂഗിളിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു കൾച്ചറാണ് ബ്ലെയിംലെസ് പോസ്റ്റ്മോർട്ടം. അതുപോലെ തന്നെയാണ് ആമസോണിൻ്റെ ഗ്രോത്തിൽ. ആമസോൺ കമ്പനിയിൽ എല്ലാ മെയിൻ മീറ്റിംഗ് നടക്കുമ്പോഴും എത്ര മാനേജേഴ്സോ C-ലെവൽ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഇരിക്കുമ്പോഴും ഒരു ചെയർ എപ്പോഴും ഒഴിച്ചിടും. സാധാരണ നമ്മൾ ചോദിക്കേണ്ടത് ആർക്ക് വേണ്ടിയാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഡയറക്ടർ വരാണ്ട് അല്ലെ, ഇത് കസ്റ്റമർക്ക് വേണ്ടിയാണെന്നാണ് പറയണത്. അതായത് അവരൊരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ ഒന്ന് വാലിഡേറ്റ് ചെയ്യും ആ ചെയറിന് ഇത് എന്ത് തോന്നും. അതായത് നമ്മളെടുത്ത് ഇന്നത്തെ ഡിസിഷൻ, നമ്മളൊരു മീറ്റിങ്ങിൽ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ട ഏതെങ്കിലും ഒരു പ്ലാനോ ഒരു മെത്തഡോളജി ആയിരിക്കും ഫൈനലൈസ് ചെയ്ത്. നമുക്ക് ചിലപ്പോൾ ആ റൂമിലിരിക്കുന്നവർക്കെല്ലാം ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. അവരുടെ കമ്പനി അവരുടെ കൾച്ചറിൽ ഒരു എംപതറ്റിക്കൽ തിങ്കിങ് കൊണ്ടുവന്നേക്കാണ് ആ കസ്റ്റമർക്ക് ഈ പ്ലാൻ എങ്ങനെ ഇരിക്കും. എൻഡ് ഓഫ് ദ ഡേ കസ്റ്റമർ ആണല്ലോ നമ്മളുടെ എന്താ പറയുക ലൈഫ് ലൈൻ എന്ന് പറയുന്ന ബിസിനസ്സിൽ. അപ്പം അവർക്കത് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത് എടുത്തിട്ടാണ് ഇവരൊരു ഡിസിഷനായിട്ട് പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് ചില That's really eye-opening. I think a human-centric design thinking and ഒരു concept it's very relevant. Moving on to that one, execution, right? Right, execution എല്ലാ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഐഡിയാസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് ആളുകളിലേക്ക് റീച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ് വളരെ വലിയ ചലഞ്ച്. ആ ഒരു എക്സിക്യൂഷൻ എങ്ങനെ നമുക്ക് ഈ ഒരു ഗ്രോത്തിന്റെ സമയത്ത് സ്മൂത്ത് ആക്കാം? എക്സിക്യൂഷനാണ് ഇതിലത്തെ ഏറ്റവും ചലഞ്ചിങ്ങും ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടതുമായ കാര്യം. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ കുളിര് കോരുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. എൻഡ് ഓഫ് ദ ഡേ ഓപ്പറേഷണൽ എഫിഷ്യൻസി അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഒന്ന് മെഷർമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ത് കാര്യത്തിൽ. കാരണം വാട്ട് യു ക്യാൻ മെഷർ ഇസ് ഓൺലി വാട്ട് യു ക്യാൻ കൺട്രോൾ എന്നാണ്. വാട്ട് യു ക്യാൻ കൺട്രോൾ ഇസ് ഓൺലി വാട്ട് യു ക്യാൻ അച്ചീവ് എന്നു. അപ്പോൾ എന്തെങ്കിലും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിവ്യൂ മെക്കാനിസങ്ങൾ ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ടൈം ലൈൻ. ഇപ്പോൾ പലപ്പോഴും പല പ്രൊജക്റ്റുകളും ഈ ആളുകളുടെ ഡ്രീമായി മാറുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വിഷൻ ഡ്രീമും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ടല്ലോ. ഡ്രീം വിത്ത് എ ഡെഡ് ലൈൻ, അപ്പോൾ അത് വിഷനാവുള്ളൂ. ഈ ഡെഡ് ലൈൻ ഉണ്ടാവില്ല പല ഓർഗനൈസേഷനിലും. അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ പറയും, പിന്നെ പുതിയ കാര്യം പറയും, അപ്പോൾ പഴയ കാര്യം ചിലപ്പോൾ അവിടെ പാതി വഴി കിടക്കും. ഈ പ്രോപ്പറായിട്ടുള്ള ഒരു റിവ്യൂ ഓരോ കാര്യത്തിനും ഒരു നല്ലൊരു ടീമിനെയൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടീം അവരുടെ കപ്പാസിറ്റിയും കൂടെ ബേസ് ചെയ്തിട്ടാണല്ലോ ടീമിനെ ഫോം ചെയ്യണേ. എന്നിട്ട് അവർക്ക് ആ എക്സിക്യൂട്ട് ചെയ്യാൻ എന്തൊക്കെയാണോ സപ്പോർട്ടീവ് എലമെൻറ്റ്സ് വേണ്ടത് അതും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷൻ്റെ അടുത്തൊരു നീഡ്. കാരണം സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെ ഞാൻ നേരത്തെ സംസാരിച്ച് പറഞ്ഞ ചില സമയങ്ങളിൽ ടെക്നോളജി ആയിരിക്കും ഈ ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നത്. ഈ എക്സിക്യൂഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞല്ലോ, ഈ എക്സിക്യൂഷനിൽ സംഭവിക്കുന്ന കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ ആ മെൻ മെറ്റീരിയൽ മെഷീൻ മണി മെത്തേഡിലെ ഈ മെൻ എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ അവൻ്റെ മൂഡ് അനുസരിച്ച് അന്നത്തെ ഒരു എനർജി ലെവൽ അനുസരിച്ചൊക്കെ പെർഫോമൻസിൽ മാറ്റം വരും. ഓട്ടോമേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ടെക്നോളജി കൊണ്ടുവരുന്ന കാര്യങ്ങൾ റെഗുലറായിട്ട് ഒരേ ഔട്ട്പുട്ട് കൊണ്ടുതരും. അപ്പോൾ ആ സ്റ്റാൻഡർഡൈസേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഈ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കുറയ്ക്കാൻ പറ്റുന്ന ഏരിയകളിൽ അത് കുറയ്ക്കുന്നതും എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കും. എക്സിക്യൂഷൻ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പോകാൻ സഹായിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിവ്യൂവിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ AAR എന്ന് പറയും, ആഫ്റ്റർ ആക്ഷൻ റിവ്യൂ. പലപ്പോഴും ഓരോ പ്രൊജക്റ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ പ്രൊജക്റ്റിൻ്റെ കണ്ടിന്യൂറ്റി ആയിരിക്കും ചിലപ്പോൾ അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ ഇത് ചിലതൊക്കെ ഡെയിലി, ചിലത് വീക്കിലി, ചിലത് മന്ത്ലി, ക്വാർട്ടർലി ഒക്കെ റിവ്യൂ ചെയ്ത് പോകേണ്ട കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ പല നല്ല സിസ്റ്റങ്ങളും മുൻകാലങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ചിലപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ഇന്നത്തെ വിശ്വാസം. എന്താ നമ്മൾ അടുത്ത കാര്യത്തിന് പോകണത്. അപ്പോൾ സ്കെയിലപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഓൺടർപ്രണറിൻ്റെ കോർ ടീമിൻ്റെ ഒക്കെ ഫുൾ ഫോക്കസ് പുതിയ മിഷനിലും ഇതിലൊക്കെ ആയിരിക്കും. ഈ പല കാര്യങ്ങളും ഇതിൻ്റെ ഒരു സപ്പോർട്ടീവ് എലമെൻസ് ആയിരിക്കും. ഇത് പലയിടത്തും ഇല്ലാതായി പോകും, ഇത് ബ്രേക്ക് ആവും. ആ ബ്രേക്ക് ആയി കഴിഞ്ഞ് ഇത് പിന്നെ തിരിച്ചു വന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റീവർക്ക് ചെയ്യണ പോലെ കൊണ്ടുവരുമ്പോൾ എക്സിക്യൂഷൻ സ്പീഡ് കുറയും.
അപ്പോൾ അത് വർദ്ധിപ്പിക്കാൻ ഒരു സിമ്പിൾ മെത്തേഡും കൂടെ പറയാം. എല്ലാ മാസവും ഒരു ബിസിനസ്സിൽ ചെയ്യേണ്ട 2 ഹെൽത്ത് ചെക്കപ്പുകളുണ്ട്. ബിസിനസ് ഹെൽത്ത് ചെക്കപ്പ്. കാരണം നമ്മുടെ വിഷയം സ്കെയിൽ ചെയ്യാന്നുള്ളതും 100 crore യാത്രയിലൊക്കെ ഇടയിൽ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് WWW അനാലിസിസ്. WWW എന്നുള്ളത് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലോ. വാട്ട് വെൻ വെൽ, വാട്ട് വെൻ റോങ് ആൻഡ് വാട്ട് കുഡ് ബി ഇംപ്രൂവ്ഡ്. ഇതാണ് 3 W. ഇത് 3 ഒന്ന് ജസ്റ്റ് നേരത്തെ പറഞ്ഞ ഒരു A4 പോലെ സിമ്പിളായിട്ട് തന്നെ കോർ ടീം ഇരുന്നൊന്ന് അനലൈസ് ചെയ്യണം. എന്താണ് വാട്ട് വെൻ വെൽ? നമ്മുടെ ഓർഗനൈസേഷനിൽ ഈ മന്ത് എന്തൊക്കെ നന്നായി നടന്നു, അതെന്തിനു വേണ്ടിയിട്ട് അത് നമുക്ക് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ആ കണ്ടിന്യൂഷൻ പ്ലാൻ ഇടണം. അപ്പോൾ എക്സിക്യൂഷൻ ഒന്നും കൂടെ സ്പീഡാവും. കാരണം സക്സസിനെ പറ്റി സംസാരിക്കുമ്പോൾ സക്സസ് ഉണ്ടായ കാര്യങ്ങൾ, റിവാർഡ്സ്, റെക്കഗ്നീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എക്സിക്യൂഷൻ എഫിഷ്യൻസി കൂടും. വാട്ട് വെൻ റോങ്? കുറേ പദ്ധതികൾ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ പാതി വഴിയിലോ പരാജയത്തിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അതെന്തുകൊണ്ട് സംഭവിച്ചു? അതിൻ്റെ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലത്തെ ബ്ലെയിംലെസ് പോസ്റ്റ്മോർട്ടമായിരിക്കും നല്ലത്. എന്നിട്ട് അതിനുവേണ്ട ഒരു അതിനുവേണ്ട കറക്റ്റീവ് ആക്ഷൻസ് കൊണ്ടുവന്ന് മുന്നോട്ട് പോവുക. അതും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എക്സിക്യൂഷൻ ബ്ലോക്കുകളെ മാറ്റി മുന്നോട്ട് പോകാൻ സഹായിക്കും. WCBI മീൻസ് വാട്ട് കുഡ് ബി ഇംപ്രൂവ്ഡ്. വാട്ട് കുഡ് ബി ഇംപ്രൂവ്ഡ് മൂന്നാമത്തെ WI ആണ്. വാട്ട് കുഡ് ബി ഇംപ്രൂവ്ഡ് മീൻസ് പല കാര്യങ്ങളും ചിലപ്പോൾ റിസൾട്ട് കിട്ടി തുടങ്ങി കാണും, പക്ഷെ ഉദ്ദേശിച്ച തരത്തിലെത്തിക്കാനുള്ള അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം. ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് എക്സിക്യൂഷൻ ബെറ്റർ ആക്കാം. ഒരു മെത്തേഡ്. ദെൻ അനദർ വൺ ഈസ് നമ്മൾ എല്ലാ മാസവും ഒരു ക്വിക്ക് സ്റ്റോപ്പ് വേണം. സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു ആക്രോണിമാണ് എടുത്തത്. സ്റ്റോപ്പ് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളൊരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഒന്ന് അനലൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സെയിൽസ് ഒരു മാനദണ്ഡം തന്നെയാണ്. സെയിൽസ് വർദ്ധിക്കുന്നുണ്ടോ, സെയിൽസ് ഷ്രിങ്കേജ് ആണോ, എന്താ സംഭവിക്കുന്നത്, ഇതിനൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് S. ദെൻ നേരത്തെ പറഞ്ഞ ടീം തന്നെയാണ്. ടീം എത്രത്തോളം പ്രൊഡക്റ്റീവാണ്, എത്രത്തോളം എഫിഷ്യൻ്റായി പോകണം. കാരണം ടീം പ്രൊഡക്ടിവിറ്റിയും എക്സിക്യൂഷൻ കപ്പാസിറ്റിയും തമ്മിൽ ബന്ധമുണ്ട്. പ്ലാൻ ചെയ്ത കാര്യം ടീമിന് എത്രത്തോളം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അവർ മോട്ടിവേറ്റഡ് ആണോ, അല്ലെങ്കിൽ അവരെ നേരത്തെ പറഞ്ഞ ആ വൈബൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അവിടെയും ചെയ്യണം. ദെൻ ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻസിൽ 2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും മിസ്റ്റേക്സോ ഇഷ്യൂസൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അതിനൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. 2 തരം എററുകളായിരിക്കും കമ്പനികളിൽ സാധാരണ ഉണ്ടാവുക. വൺ ഈസ് സിസ്റ്റമിക് എറർ ആൻഡ് അനദർ വൺ ഈസ് ചാൻസ് എറർ. എന്താ ഈ സിസ്റ്റമിക് എററും ചാൻസ് എററും എന്ന് വെച്ചാൽ, ചാൻസ് എറർ മീൻസ് നമ്മുടെ കമ്പനിയിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്, ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്ന എററിനെയാണ് ചാൻസ് എറർ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം ഉണ്ടായി, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായി, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ദാറ്റ് സിസ്റ്റമിക് എറർ. അത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിനെ ശരിക്കും ബാധിക്കും. അതിൻ്റെ അർത്ഥം പ്രോപ്പർ പോളിസി ഇല്ല, പ്രൊസീജിയർ ഇല്ല, SOP ഇല്ല, അതിൻ്റെയൊക്കെ കാരണം കൊണ്ടായിരിക്കും. അവിടെ ഒരു സിസ്റ്റം കൊണ്ടുവരിക. ദെൻ P, ലാസ്റ്റ് വൺ ഈസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്ത് എക്സിക്യൂഷന് വേണ്ടി ഇറങ്ങുമ്പോഴും ഓർഗനൈസേഷൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് തന്നെ എന്താ, പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം മുന്നോട്ട് കാര്യങ്ങൾ, അല്ലേ? എന്നാലാണ് സർപ്ലസ് ഫണ്ട് ഗ്രോത്തിന് വേണ്ടി പലതിനൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എഫിഷ്യൻസി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, എക്സിക്യൂഷൻ നന്നായി നടക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും. ആ പ്രോഫിറ്റബിലിറ്റിയും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുക ഈ ചെക്കപ്പിൽ. ഇതാണ് ഈ സ്റ്റോപ്പും WWW. ഇത് രണ്ടും ഇൻട്രസ്റ്റിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് മറ്റേ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റികൾ ടീമിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം എക്സിക്യൂഷന്റെ പല പല മെത്തേഡ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ്സ് പെർഫെക്റ്റ്. പിന്നെ ഐ തിങ്ക് ലാസ്റ്റ് വൺ കംസ് ടു ദാറ്റ് P, പ്രോഫിറ്റ്, റൈറ്റ്? ഇപ്പൊ നമ്മൾ പ്രോഫിറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ഇമാജിൻ 2 scenarios. One company running in loss but scaling fast. Another company they're slow but profitable. Which one would you prefer? ഇതിലിപ്പോൾ രസകരമായ കാര്യം എന്ന് വെച്ചാൽ, നോർമൽ ഒരു ട്രഡീഷണൽ തിങ്കിങ് അപ്രോച്ച് വെച്ച് എപ്പോഴും പ്രോഫിറ്റബിളായി പോകുന്ന സ്ഥാപനങ്ങളാണ് ബെറ്റർ എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇന്നത്തെ ഒരു ന്യൂജൻ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ 2 തരത്തിലാണ് ഒരു ബിസിനസ് ഗ്രോ ചെയ്യണത്. വൺ ഈസ് മാർക്കറ്റ് മെക്കാനിസം ആൻഡ് അനദർ വൺ ഈസ് ക്യാപിറ്റൽ മെക്കാനിസം. ഈ ക്യാപിറ്റൽ മെക്കാനിസം ഒക്കെ ഇന്ന് യങ്സ്റ്റേഴ്സിനൊക്കെ വളരെ നന്നായിട്ട് അറിയാം. ചിലപ്പോൾ പണ്ടത്തെ ബിസിനസ്സുകാരിൽ പലരും അതിനെപ്പറ്റി അത്ര കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പറയാം. മാർക്കറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നോർമലി ഒരു കച്ചവടം ചെയ്യുന്നു, ആ ബിസിനസ് ചെയ്ത് ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യണു. അങ്ങനെ പോകുന്ന ബിസിനസ്സുകൾ എപ്പോഴും നോക്കുന്നത് പ്രോഫിറ്റുള്ള ബിസിനസ്സേ ഗ്രോത്ത് ഉള്ളൂ എന്നാണ്. ശരിയല്ലേ? നേരെ മറിച്ച് ക്യാപിറ്റൽ മെക്കാനിസത്തിലൂടെയാണ് ഇന്നത്തെ പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്സ് പലതും വളർന്നുകൊണ്ടിരിക്കുന്നത്. ക്യാപിറ്റൽ മെക്കാനിസം എന്ന് പറയുമ്പോൾ നല്ലൊരു ബിസിനസ് മോഡലോ ബിസിനസ് പ്ലാനോ കൊണ്ടുവന്നു. ഇനീഷ്യലി മേ ബി അത് ബ്ലീഡിങ് ആയിരിക്കും, പക്ഷേ ഇനീഷ്യലി ചിലപ്പോൾ ബൂട്ട് സ്ട്രാപ്പിംഗ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ നോർമലി പറയുന്ന 3Fകൾ അതിൽ നിന്നുള്ള ഫണ്ട് വന്നു തുടങ്ങി. പിന്നീട് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ, VC, ഇങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന, ഇന്നിപ്പോൾ SME IPO വന്നു, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം IPO ഉണ്ട്. ഇതിലേക്കൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു പോകുന്ന കമ്പനികളെ സംബന്ധിച്ച് രണ്ടാമത് പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം ഇല്ല. കാരണം കമ്പനി സ്കെയിൽ ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്നുണ്ട്, മിനിമം വയബിൾ പ്രൊഡക്റ്റ് സക്സസ് ആണ് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ലോസ് മേക്കിംഗ് ആണെങ്കിലും അതിനെ നിമിഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ മാറ്റിമറിക്കാൻ പറ്റും.
കാരണം ഫണ്ടൊക്കെ വന്നിട്ട് ചില കമ്പനികളിൽ ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത് അത്ര ഹെവിയാണ്. കാരണം ആ ബിസിനസ് പ്ലാനോ ബിസിനസ് മോഡലിൻ്റെയോ ഒരു സ്ട്രെങ്ത് ആയിരിക്കും അതിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ രണ്ട് കോണ്ടെക്സ്റ്റിൽ വേണം ഈ സിനാരിയോ കാണാൻ. ഒന്ന് ശരി മറ്റേത് തെറ്റെന്ന് നമുക്ക് പറയാനില്ല. മാർക്കറ്റ് മെക്കാനിസത്തിൽ പോകുന്ന കമ്പനിയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി മേക്ക് ചെയ്ത് പോകുന്ന കമ്പനിയാണ് ബെസ്റ്റ്. ക്യാപിറ്റൽ മെക്കാനിസം ഫോക്കസ് ചെയ്ത് പോകുന്ന കമ്പനിയാണെങ്കിൽ ഫാസ്റ്റായി സ്കെയിൽ ചെയ്യുന്നതുമാണ് ബെസ്റ്റ്. ഇതില് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഡിസ്കൗണ്ട്സ് ഫാസ്റ്റ് ആയിട്ട് സ്കെയിൽ ചെയ്യുന്ന പല കമ്പനികളും ഭയങ്കരമായ ഡിസ്കൗണ്ട്സ് കൊടുക്കാറുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സിനെ ഹാബിച്വേറ്റ് ചെയ്യും. ദെൻ വി ബിക്കം എ പാർട്ട് ഓഫ് ദർ എക്കോസിസ്റ്റം. ഊബർ ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, ജിയോ ഒരു കൊല്ലം ഫ്രീ ആയിട്ട് കൊടുത്തു. അതിനുശേഷം ദാറ്റ് വാസ് എ റെവല്യൂഷൻ. കറക്റ്റ്. അപ്പൊ ഇതില് എനിക്ക് തോന്നുന്നു ആ ഒരു ലൂപ്പിന്റെ അകത്ത് കസ്റ്റമറെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതിനുവേണ്ടി പലപ്പോഴും നമുക്ക് ഓഫറായി കിട്ടുന്ന ഡിസ്കൗണ്ട്സ് ഏതോ ഒരു ഇൻവെസ്റ്ററിന്റെ കാശാണ് എൻഡ് ഓഫ് ദ ഡേ. അതാണ് ചില സമയത്ത് നമുക്ക് ഒറിജിനൽ പ്രൊഡക്റ്റിനേക്കാളും പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും കുറഞ്ഞു വരെയും പ്രോഫിറ്റിൽ ഡിസ്കൗണ്ടിൽ റൺ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതിൽ നമ്മൾ കുറച്ച് നഷ്ടം സഹിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. അല്ല, അതെന്താന്ന് പറയാൻ കാരണം ഈ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് CAC അവിടെയാണല്ലോ ഈ സ്പെൻഡ് എല്ലാം വരുന്നത്. ഈ കസ്റ്റമേഴ്സിന്റെ CLTV കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ആണ് ഇവരെല്ലാം കാണുന്നത്. വൺസ് ഇപ്പൊ നമ്മൾ പല ആളുകളും ജിയോയിലേക്ക് ആ ട്രാൻസ്ഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ മാറാനുള്ള കാരണം എന്തായിരുന്നു? ഫ്രീ ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ അവർ ഡിസൈഡറായി മാറി മാർക്കറ്റ് അല്ലേ. അപ്പൊ ഇതൊക്കെ ഒരു ലോങ് ടൈം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. അല്ലാതെ ഈ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊന്നും പിടികിട്ടൂല. ഈ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സ്ട്രാറ്റജി ആയിട്ട് വരുന്നവന് ലോങ് ടൈം പ്ലാനുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലോങ് ടൈം പ്ലാനും നമ്മുടെ ഷോർട്ട് ടൈം പ്ലാനും തമ്മിലുള്ള ഒരു സിങ്കിങ് ഉണ്ടല്ലോ, അത് പ്രോപ്പർ ആണെങ്കിൽ ഇതുപോലത്തെ ചില പദ്ധതികളൊക്കെ നമുക്ക് നാളെ അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഇതൊന്നും അറിയാതെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യണവരാണ് പെട്ടുപോണത് ഇതിൻ്റെ ഇടയിൽ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ മെക്കാനിസം ഫോളോ ചെയ്യുന്നവർക്ക് ഇതും ഒരു സക്സസ് സ്ട്രാറ്റജി തന്നെയാണ്. അപ്പൊ പ്രോഫിറ്റിനെ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യുക ഗ്രോത്തിന് വേണ്ടി. പിന്നെ നോർമൽ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് പറയാണ്, നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ കോസ്റ്റ് കൺട്രോൾ തന്നെയാണ്. ഈ കോസ്റ്റ് കൺട്രോളിങ് നടക്കണമെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവണം. കാരണം സാധാരണ ആളുകൾ ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുള്ളൂ കമ്പനിയിൽ, ഫിനാൻസ് ഉണ്ടാവില്ല പലപ്പോഴും. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യണം? ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ നടന്നു കഴിഞ്ഞ കാര്യങ്ങളുടെ റെക്കോർഡ്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, അവിടെയാണല്ലോ ഫിനാൻസിന്റെ സ്കോപ്പ് വരുന്നത്. അവിടെയാണ് പ്രോപ്പർ ഒരു ആനുവൽ ബിസിനസ് പ്ലാൻ ഉണ്ടാവണം, അതിലൊരു ബഡ്ജറ്റിംഗ് ഉണ്ടാവണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടീം HR-ന് എത്ര പെർസെൻറ്റേജ് വരെ അലോക്കേറ്റ് ചെയ്യാം, മാർക്കറ്റിങ്ങിന് എത്ര സ്പെൻഡ് ചെയ്യാം. മാർക്കറ്റിംഗ് പലരും ചെയ്യുന്നുണ്ട്, ഇതിനൊരു അസസ്മെന്റ് ഉണ്ടാവില്ല. അവിടെ റോമി പോലത്തെ ടൂളുകൾ, റിട്ടേൺ ഓൺ മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ്, ഇതൊന്നും അനലൈസ് ചെയ്യാതെ ആയിരിക്കും ഒരു പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഊഹക്കണക്ക് മൊത്തക്കണക്കിലായിരിക്കും കാര്യങ്ങൾ ഓടിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഫിനാൻസിന് ഇത്തരത്തിലുള്ള സ്കോപ്പ് ഉള്ളത്. അത് മാത്രമല്ല എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി ഫിനാൻഷ്യൽ ടൈമിലൊക്കെ അനലൈസ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ചില കമ്പനികൾ ടേൺ ഓവർ കൂടും, ടേൺ ഓവർ കൂടി വരുന്നുണ്ട്, പക്ഷെ പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട്. കാരണം ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും, മെയിൻ്റനൻസ് കൂടുന്നുണ്ടാവും. അപ്പോൾ കോസ്റ്റ് സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലും കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനോടൊപ്പം റീറ്റെയിൽ രംഗത്തുള്ളവരാണ് ഇത് കേൾക്കണമെങ്കിൽ പറയാനുള്ള ഒരു കാര്യം, സെയിൽസ് ഇസ് നോട്ട് സെയിൽ, പർച്ചേസ് ഇസ് സെയിൽസ്. അത് പറയാൻ കാരണം അത് പ്രോഫിറ്റബിലിറ്റി ആയിട്ട് കണക്റ്റഡാണ്. കാരണം ഒരു കാര്യം ആലോചിക്കുക, സിനാരിയോ 1 സിനാരിയോ 2. സിനാരിയോ 1 10 രൂപയ്ക്ക് ഒരാളൊരു പ്രൊഡക്റ്റ് വാങ്ങണു, 15 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നു എനിക്ക് 5 രൂപ മാർജിൻ അല്ലെങ്കിൽ 50% മാർജിൻ കിട്ടിയെന്ന്. അടുത്ത ആള് 12 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഈ 10-കാരൻ പറയുക 15-കാരൻ പറയുവാണ് അവൻ ലാഭമൊക്കെ കളഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അവന് ചിലപ്പോൾ കിട്ടുന്ന ഇതേ പ്രൊഡക്റ്റ് 7 രൂപയ്ക്കാണെങ്കിലോ. പലരുടെ അപ്പം പർച്ചേസിന്റെ അകത്തുള്ള എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് പല കമ്പനികൾ, റിലയൻസ് പോലുള്ള കമ്പനികളൊക്കെ ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങി. ഇൻഡയറക്റ്റ് ഇൻകം മീൻസ് ലൈക്ക് ഇപ്പൊ നമ്മൾ കാണുന്ന സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ നോക്കുക, ഇവിടെ എല്ലാം പലതരത്തിലുള്ള ഇൻസൈഡ് ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് അതുകൊണ്ടുവന്നു. അതിന് അവർ ആ ഷോപ്പിന്റെ അകത്തുനിന്ന് ഒരു ഇൻഡയറക്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുക. മർച്ചൻഡൈസേഴ്സിനെ വെക്കുന്നു മറ്റ് കമ്പനികളിൽ നിന്ന്, അവരിൽ നിന്നൊരു എമൗണ്ട്, പ്രൊമോട്ടേഴ്സിന് എക്സ്പെൻസ്, റാക്ക് റെന്റ്, ലിസ്റ്റിംഗ് ഫീസ്, എന്തൊക്കെ തരം ഇൻകം ജനറേഷൻസ് ആയി നോക്കിയേ. അപ്പോൾ ഒരു കമ്പനി ഫോക്കസ് ചെയ്യേണ്ട കാര്യം പ്രൈമറി ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ഇൻകം പ്രൊഡക്റ്റ് വിറ്റിട്ടോ സർവീസ് വിറ്റിട്ടോ ആയിരിക്കും. ഇതുപോലെ കൊളാബറേറ്റ് ചെയ്ത് കിട്ടാൻ പറ്റുന്ന ഇൻഡയറക്റ്റ് ഇൻകംസ് കമ്പനികൾ ഫോക്കസ് ചെയ്ത് തുടങ്ങി. ഇതൊക്കെയാണ് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്നതിൽ ശരിക്കും ഒരു 360 ഡിഗ്രിയിൽ തിങ്ക് ചെയ്താൽ പല എലമെന്റ്സും ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. That's really interesting. ഇപ്പോൾ നമ്മളൊരു സ്കെയിലിംഗ് ആംഗിളിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മളൊരു കൊച്ചിയിൽ ഉള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു ബിസിനസ്സുകാരൻ ബാംഗ്ലൂരിലോ മറ്റു മുംബൈയിലോ ഉള്ള കമ്പനികളെ പോലെ അത്ര ഫാസ്റ്റ് ആയിട്ട് സ്കെയിൽ ചെയ്ത് നമ്മൾ പൊതുവെ കാണാറില്ല. അതിൻ്റെ ഒരു കാരണം എന്താണ്? ഈ ഒരു കൺസൾട്ടിങ് ആംഗിളിൽ നിൽക്കുമ്പോൾ വാട്ട് ഡു യു തിങ്ക്? ഇതിൽ ഇന്ന സ്ഥലം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്
നമ്മുടെ ഒരു ടോട്ടൽ ഇക്കോ സിസ്റ്റം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ട പോലുള്ള സ്റ്റാർട്ടപ്പ് മിഷൻ, സ്റ്റാർട്ടപ്പ് വില്ലേജ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ്, ധാരാളം മെൻറ്ററിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു. മുമ്പൊന്നും ഇത് അത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം അത്ര കുറവൊന്നുമല്ല, ഇപ്പം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പലപ്പോഴും ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അധികം ഫോക്കസ് ചെയ്യുന്നില്ല. എല്ലാവരും കോപ്പി ക്യാറ്റ്സ് ആയിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥ തന്നെ ഉണ്ടാകും. ഇന്നോവേഷൻ എവിടെ സംഭവിക്കുന്നുണ്ടോ അവിടെയൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള റോബോട്ടിക്സിലുള്ള ഫേം, പെട്ടെന്ന് പേര് മറന്നു, അവര് ഈ അടുത്ത നാളിൽ ഇപ്പോൾ സോഹോ വരെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വന്നേക്കാണ് അല്ലേ, വായിച്ചൊക്കെ കാണും. മേക്കർ വില്ലേജിലുള്ള പ്രോജക്റ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും ഈ മറ്റുള്ളവരുടെ സക്സസ് ഫാക്ടർ നോക്കി അത് തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ മാറ്റം വന്നാൽ ഉറപ്പായിട്ടും ഇനിയും വലിയ ഗ്രോത്ത് നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടാവും. അതുപോലെ ഗ്രോത്തിന്റെ ഒരു മേജർ ഫാക്ടറാണ് ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളത്. കമ്പനിയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഫണ്ട് യൂസ് ചെയ്ത് നമുക്ക് ഇത്ര ഫാസ്റ്റിൽ നമ്മൾ പറയുന്ന പോലെ സ്കെയിൽ ചെയ്യാൻ പാടാം. ഈ ഫണ്ടിന് ഒരു ആന്റർപ്രണറെ സംബന്ധിച്ചാൽ ഹൗ ക്യാൻ യു ഫൈൻഡ് ദിസ് പെർട്ടിക്കുലർ റിസോഴ്സ്? ഫണ്ട് എന്ന റിസോഴ്സ് എങ്ങനെ കാണാം? ഇതെപ്പോഴും നമ്മൾ പറയില്ല, നെറ്റ്വർക്ക് ഇസ് അവർ നെറ്റ്വർത്ത് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഫണ്ടിങ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മെക്കാനിക്സിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഓൺടർപ്രണർ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട കാര്യം നമുക്കതിന് പറ്റുന്ന റിസോഴ്സുകളുമായിട്ടുള്ള ടൈഅപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്ററിലേക്ക് പോകണമെങ്കിൽ ഒരു ബാങ്കിന് കൊണ്ടുപോയി കൊടുക്കുന്ന പോലത്തെ ഒരു പ്രപ്പോസലായിട്ട് പോയിട്ട് കാര്യമില്ല, ശരിയല്ലേ? ആ വാല്യുവേഷൻ മെക്കാനിസമേ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് പറ്റുന്ന എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടി ഇൻവെസ്റ്റർ പിച്ചറൊക്കെ ആയാലും ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് ആണെങ്കിലും തയ്യാറാക്കി, പ്രത്യേകിച്ച് അവരൊക്കെ ഒരു ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡിലേക്ക് ആയിരിക്കും ചെയ്യണത്. കാരണം നാളെ ഈ ഫണ്ട് കിട്ടിയാൽ കമ്പനിയിലുണ്ടാകുന്ന ഗ്രോത്ത് വെച്ചായിരിക്കും ഇന്നത്തെ ഒരു വാല്യുവേഷൻ വരെ ചെയ്യുന്നത്. ഇതുപോലുള്ള എക്സ്പേർട്സിൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ഇന്ന് ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്ന പല ഏജൻസികളും ഉണ്ട്. ഇപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിലേക്ക് കണക്ട് ചെയ്യുക, ഫണ്ടിങ് ടീമുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന പല റിസോഴ്സുകളുണ്ട്. അത്തരം ആളുകളിലേക്കൊക്കെ എത്തിപ്പെടുക എന്നുള്ളതാണ്. അവിടെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സ്റ്റാർട്ടപ്പ് മെക്കാനിസങ്ങളൊക്കെ നന്നായി യൂസ് ചെയ്യേണ്ടത്. അവിടെയുള്ള പല മെൻറ്റേഴ്സിൽ നിന്ന് ഇതിനു വേണ്ട ഗൈഡൻസും സപ്പോർട്ടൊക്കെ കിട്ടും. ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് ഇത്രേ പറയാനുള്ളൂ, ഇത് ത്രൂ ഒരു പ്രോപ്പർ കൊളാബറേഷനെ സാധിക്കുകയുള്ളൂ. അവിടെ നമ്മൾ തന്നെ കുറേ അലയുക എന്നുള്ളതല്ല, റൈറ്റ് പേഴ്സണുമായിട്ടൊരു കണക്ടിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത്തരം സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികളെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പല ഇൻവെസ്റ്റേഴ്സും ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുന്ന നല്ല പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യേണ്ടത്. ഒരു ഗ്രോത്തിന് റെഡിയായി നിൽക്കുന്ന ഒരു ആന്റർപ്രണർ എപ്പോഴും ഒരു നല്ല മെന്ററെ, ഒരു നല്ല കൺസൾട്ടന്റ് ആവാം, മെന്റർ ആവാം, അവരുടെ ഒരു റിക്വയർമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മെന്റർ എന്നുള്ളതിനേക്കാൾ മൾട്ടിപ്പിൾ മെന്റേഴ്സ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും. അതായത് ഒരു വിഷയത്തിന് ഒരു മെന്ററാണ് നല്ലത്. ഇപ്പം നമ്മൾ ഫിനാൻസ് ആണ് നമുക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു 5 മെന്ററെ വെച്ചിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട. അത് നമ്മൾ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുക. സ്ട്രാറ്റജിക്ക് മേ ബി ഒരു മെൻറ്ററായിരിക്കും, ബ്രാൻഡിങ് വേറൊരാളായിരിക്കും. വേറൊരാളായിരിക്കും. നമുക്ക് എവിടെയാണോ കോമ്പിറ്റൻസ് ഡെവലപ്പ് ചെയ്യേണ്ടത് അതിൽ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് എടുക്കണം നല്ലതാണ്. ചിലപ്പോൾ ഒരാളുടെ ആ ഒരു എന്താ പറയുക, അയാളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഈ സമയത്ത് ഇച്ചിരി ചാഞ്ചാടി നിൽക്കുന്ന ഇതായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ സൈക്കോളജിക്കലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ആവശ്യമായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അയാൾക്ക് വേണ്ട ഡിഫറെൻറ്റ് മെൻറ്റേഴ്സിനെ കണ്ടെത്തി പ്രോപ്പർ കൊളാബറേഷനിലൂടെ ഇത് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു, എങ്ങനെ സ്കെയിൽ ചെയ്യാം, ലൈക്ക് അതിൻ്റെ ഫണ്ടമെന്റൽസ് എന്താണ്, സ്റ്റെപ്പ് അതിനെക്കുറിച്ച് സംസാരിച്ചു, ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സോ കണ്ടിരിക്കുന്ന പലർക്കും ഇത് കുറേ ഐ ഓപ്പണിംഗ് ആയിരിക്കാം. ഒരു മൈൻഡ് സെറ്റ്, ലെറ്റ്സ് ഷോർട്ട്ലി ടോക്ക് അബൌട്ട് ദാറ്റ് മൈൻഡ് സെറ്റ്. ഒരു ബിസിനസ് ഓണറിന്റെ മൈൻഡ് സെറ്റ് ഇതിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എൻഡ് ഓഫ് ദ ഡേ ഇത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യണം അതുമായിട്ടാണ്. കാരണം മാനേജ്മെൻറ്റിൽ പറയുന്നൊരു സേയിങ് ഉണ്ട്, വേർ ദ ലീഡർ ലുക്സ് ദർ ഗോസ് ദ കമ്പനി. നയിക്കുന്ന ആൾ എങ്ങോട്ട് നോക്കണോ കമ്പനി അങ്ങോട്ട് വേണം. അപ്പോൾ ഈ നയിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ എന്താ? നയിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ 2 തരം മൈൻഡ് സെറ്റാണ് നോർമലി നമ്മൾ ചർച്ച ചെയ്യുക. ഒന്ന് വൺ ഈസ് ഫിക്സഡ് ആൻഡ് അനദർ വൺ ഈസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നോർമലി ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ ഫിക്സഡ് മൈൻഡ് സെറ്റിൻ്റെ എക്സാമ്പിളാണ്. കാരണം പുള്ളി എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക, അവർക്കൊരു ഫിക്സഡ് ഇൻകം, അതിൻ്റെ അകത്തുനിന്ന് ഇന്ന എക്സ്പെൻസസ്, ഇത്ര സേവിങ്സിന് വേണം, ഇതൊക്കെ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട്, അതായത് എനിക്കിനിയും സ്കെയിലപ്പ് ചെയ്യണം, ചിലപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം, കുറേയും കൂടെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോഴാണ്. കാരണം ഒരുപാട് സാക്രിഫൈസ് അതിൻ്റെ അകത്തുണ്ട്. എല്ലാവരും സക്സസ്ഫുള്ളായ ബിസിനസ്സുകാരെ പറ്റി ഇവിടെ ചർച്ച ചെയ്യാറുള്ളൂ.
മേ ബി 10% താഴെ ആയിരിക്കും അത് ടോട്ടൽ ബിസിനസ്സുകാരിൽ. 90% ഫെയിലിയറിൽ പോകുന്നു. അപ്പോൾ പല റീസൺസ് ആയിരിക്കും അതിൻ്റെ അകത്ത്. എന്നാലും ഇതിനെ പലരും ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു സക്സസ്സിലേക്ക് വന്നത്. അപ്പോൾ അവിടെയൊക്കെ അവരെ പിടിച്ചു നിർത്തിയത് എന്തായിരിക്കും? ഈ മൈൻഡ് സെറ്റ് തന്നെയാണ്. അപ്പോൾ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതിനെ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചലഞ്ചസിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാര്യമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആ മൈൻഡ് സെറ്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട എലമെന്റ് എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. കാരണം സിറ്റുവേഷൻസിനനുസരിച്ച് ഇതിന് മാറ്റം വരുത്താനുള്ള ഒരു കഴിവ്. കാരണം ഈ മൈൻഡ് സെറ്റിൻ്റെ ഒരു ലൈവ് എക്സാമ്പിളും കൂടെ പറയാം. നമ്മൾ സാധാരണ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങാൻ പോവുകയാണെങ്കിൽ നോർമലി ഒരാളെ എന്താ ആദ്യം നോക്കാറ്? ഒരു ബ്രെഡ് പാക്കറ്റ് എടുത്താൽ സാധാരണ ബ്രെഡ് ഏറ്റവും മെയിനായിട്ട് നോക്കണ കാര്യമാണ് ഇത് എത്ര ദിവസം ഡേറ്റ് ഉണ്ടെന്ന്. സ്ട്രാറ്റജിക്കും ഉണ്ട് ഈ എക്സ്പയറി ഡേറ്റ്. അപ്പം ഈ മൈൻഡ് സെറ്റിൽ ചിലരുടെ വിചാരം എന്താ വെച്ചാൽ 2010 ഇന്ന മെത്തേഡ് വിജയിച്ചു, പിന്നെ അതും പിടിച്ച് അങ്ങ് പോവാണ്. ഈ മൈൻഡ് സെറ്റിൽ എപ്പോഴും മാറ്റം ഉണ്ടാവേണ്ടത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്ട്രാറ്റജിയോ പ്ലാനോ ഇന്നത്തെ എൻ്റെ കസ്റ്റമറെ സെർവ് ചെയ്യാൻ ബെസ്റ്റായിരുന്നു. നാളത്തെ കസ്റ്റമർ റിക്വയർമെൻറ്റ്, കസ്റ്റമർ ബിഹേവിയർ, നീഡൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ പ്ലാൻ സ്ട്രാറ്റജി മാറ്റണം എന്നുള്ള ആ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ കാറ്റഗറി എംപ്ലോയി, പലരും പറയുന്നൊരു കാര്യമാണ് എൻ്റെ സ്റ്റാഫ് പറ്റണല്ല. ഈ സ്റ്റാഫിനോട് ചോദിച്ചാൽ മുതലാളി പറ്റണല്ല എന്നാണ് പറയുന്നത്. കാരണം മുതലാളിയുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും പഴയതാണ്, നമ്മൾ പറഞ്ഞ വേറെ വൈബിലാണ് നിൽക്കണമെന്നൊക്കെ പറയണേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ എംപ്ലോയീസിന് വന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ എംപ്ലോയീസിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റും ഉണ്ടാവണം. പിന്നെ ചില ട്രഡീഷണൽ ബിസിനസ്സുകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ സമയം ഓഫീസിൽ ഇരിക്കണവനാണ് ആത്മാർത്ഥമുള്ള എംപ്ലോയി. ചിലരിത് ചൂഷണം ചെയ്യുകയും ചെയ്യും. അവൻ വെറുതെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും AC-യുടെ ബില്ലും ഒക്കെ കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അവിടെ. നമുക്ക് ആ പ്രൊഡക്ടിവിറ്റി ഉണ്ടല്ലോ, അത് ഫോക്കസ് ചെയ്ത് അവൻ വർക്ക് അന്നത്തെ ചെയ്യുന്നുണ്ടോ, കുറേ നേരം ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതാണ് ആത്മാർത്ഥതയുടെ സിമ്പിൾ എന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഇതൊക്കെ അനലൈസ് ചെയ്യാനോ ഇതൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണെങ്കിലോ മൈൻഡ് സെറ്റിലൊരു ഡിഫറൻസ് ഉണ്ടാവണ്ടേ. പിന്നെ നമ്മൾ പറഞ്ഞ ഫണ്ടിങ് ആവട്ടെ, ടെക്നോളജി ആവട്ടെ, എന്ത് കൊണ്ടുവരണമെങ്കിലും അത്ര ഇമ്പോർട്ടൻ്റ് ആ മൈൻഡ് സെറ്റ്. റൈറ്റ്, ദാറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഇനി വളരെ കുറച്ച് ഫണ്ണിയായ ക്വിക്കായ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഒരു ബിസിനസ് മിത്ത്, നമ്മുടെ നാട്ടിലെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ബിസിനസ് മിത്ത്, എന്നാൽ അത് ഇറ്റ്സ് എ ബ്ലണ്ടർ. That you believe it's a blunder. സക്സസിന് ഇത് ചെയ്താൽ സക്സസ് വരും എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ അതൊരു വളരെ മണ്ടത്തര. അങ്ങനെ എന്തെങ്കിലും ഒരു ഒറ്റ ആൻസർ പറയാം. ട്രെയിനിങ്ങുകൾക്ക് പോണത് ബിസിനസ്സുകാര് ഇപ്പൊ ഒരു അലങ്കാരമായിട്ട് എടുത്തേണ്ട ഒരു കാര്യമാണ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന് പോയാൽ നമ്മൾ ഗ്രോ ചെയ്യും. ട്രെയിനിങ്ങിന് പോകുന്നത് മോശമെന്നല്ല പറഞ്ഞത്, ട്രെയിനിങ്ങും ട്രെയിനറും എല്ലാം സൂപ്പറായിരിക്കും. ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടുന്ന കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ. ട്രെയിനിങ്ങിന് പോയത് കൊണ്ട് മാത്രം ബിസിനസ് വളരുന്ന ചിന്തിച്ച് എല്ലാ ട്രെയിനിങ്ങിനും രജിസ്റ്റർ ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളിവിടെ ഉണ്ട്, സീരിയസ്ലി. അപ്പൊ അത് ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതുകൊണ്ട് എന്താണ് കാര്യം. അടുത്തത് ഒരു ഡെയിലി ഹാബിറ്റ്, ഒരു സക്സസിന് വേണം, ഒരു ബിസിനസ് സക്സസ് ആവണ ഒരു ഫൗണ്ടർക്ക് വേണ്ട ഒരു വൺ ഡെയിലി ഹാബിറ്റ്. ലേണിംഗ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ലേൺ ചെയ്യുമ്പോൾ അവിടെ അത് ലേൺ മോർ ടു ഏൺ മോർ എന്നുള്ള രീതിയിൽ ലേൺ ചെയ്താൽ നന്നായിരിക്കും. വെറുതെ ലേൺ ചെയ്യാന്നുള്ളതല്ല. കാരണം ഇനിയിപ്പോൾ എക്സാം പാസ്സാവാനുള്ള ലേണിംഗ് അല്ല, ഏൺ ചെയ്യാൻ എന്തെല്ലാം പുതിയതായി ഞാൻ ലേൺ ചെയ്യണം. അത് മേ ബി ടെക്നോളജി ആയിരിക്കും, മേ ബി നമ്മുടെ ബിസിനസ്സിൻ്റെ ചില വെർട്ടിക്കൽ ഇൻ്റഗ്രേഷന് വേണ്ടിയുള്ള കാര്യമായിരിക്കും. ഏത് രൂപത്തിലും ലേണിംഗ് ആയിരിക്കും ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, വാട്ട്സ് മോർ ഡേഞ്ചറസ് ഫോർ എ ഫൗണ്ടർ, ഓവർ തിങ്കിങ് ഓർ ഓവർ സ്പെൻഡിങ്? Overthinking. So you should think fast. Think fast. കാരണം എന്താ അറിയോ, ആ ഓവർ തിങ്കിങ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എനർജിയും ഡ്രെയിൻ ഡൗൺ ചെയ്യും. പിന്നെ മാത്രമല്ല ഈ തിങ്ക് ചെയ്തിട്ട് എനിക്ക് ഇതിനു മുമ്പ് ഏറ്റ പരാജയങ്ങളും ഇരുന്ന് ആലോചിച്ചുള്ള ആത്മവിശ്വാസം പോകും. ഓക്കെ, ഒരു സെന്റൻസിൽ ഇത്രയും നാളില് ഇടയിൽ കിട്ടിയിരിക്കുന്ന ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് അഡ്വൈസ് അല്ലെങ്കിൽ അഡ്വൈസ്? വേഴ്സ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് അഡ്വൈസ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാലേ, ഈ ഓൺലൈൻ റെപ്യൂട്ടേഷൻ ഒന്നും വലിയ കാര്യമില്ല. ഇപ്പൊ ലൈക്ക് നമ്മളിപ്പോൾ ഇന്ന് ഒരു പോഡ്കാസ്റ്റിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നു, ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഒരുപാട് ആളുകൾ ഇപ്പോഴും പോകുന്നുണ്ട്. അതായത് പേഴ്സണൽ ബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞ് മാത്രം അതൊക്കെ ഒരു പ്രാഞ്ചിയേട്ടൻ പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് അത് പ്രാഞ്ചിയേട്ടൻ പരിപാടിയിലേക്കൊക്കെ പോകാതെയും ഓരോരുത്തരുടെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാം. അത് ചെയ്യാതെ പോകുന്ന അങ്ങനത്തെ അഡ്വൈസ് കിട്ടിയിട്ടുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ലൈക്ക് മാർക്കറ്റിംഗ് ആംഗിളിലാണോ ചോദിക്കുന്നത് ആദ്യം? എനിത്തിങ് മാർക്കറ്റിംഗ് ആണെങ്കിൽ കൂടുതൽ പ്രിഫറബിൾ. ലൈക്ക് രണ്ട് ആംഗിളും കൂടെ ഒന്ന് പറയാം. മാർക്കറ്റിംഗ് ആംഗിളിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു
ലൈക്ക് 360 ഡിഗ്രി അപ്രോച്ച് മാർക്കറ്റിങ്ങിൽ വേണം. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ലൈക്ക് ഓൺലൈനും ഓഫ്ലൈനും എല്ലാം കണക്ട് ചെയ്ത് ഇനിയുള്ള കാലഘട്ടത്തിൽ ആളുകളിലേക്ക് ടാർഗറ്റ് ഓഡിയൻസ് റീച്ച് ചെയ്യാൻ 360 ഡിഗ്രി അപ്രോച്ച് വേണം എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്. ലൈക്ക് ഇനി ഏറ്റവും പ്രധാനമായിട്ടും ബിസിനസ്സിൽ പറയാനുള്ള കാര്യം ഒരു ജനറൽ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിലേ, നേരത്തെ പറഞ്ഞില്ലേ വേർ ദ ലീഡർ ലുക്സ് ദർ ഗോസ് ദ കമ്പനി എന്ന്. ആ ലീഡ് ചെയ്യുന്ന ആളുടെ എനർജിയും ആർജവവും ഒക്കെ തന്നെയാണ് ബിസിനസ്സിന്റെ ഏറ്റവും വലിയൊരു സക്സസ് ഫാക്ടർ. അപ്പം നമ്മളിപ്പോൾ ബാക്കി ഒന്നും കിട്ടിയില്ല, അവര് വന്നില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പരിപാടിയുണ്ടല്ലോ, ഒന്നും കിട്ടൂല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേടിയെടുക്കണതാ. അപ്പൊ ആ നേടിയെടുക്കാൻ വേണ്ടി നടക്കുന്ന ആളുടെ ആ ഒരു മൈൻഡ് സെറ്റും ആ ഒരു എനർജി ഉണ്ടല്ലോ, അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഓക്കെ, ലാസ്റ്റ് വൺ. ഇഫ് യുവർ കൺസൾട്ടേഷൻ ലൈഫ് വാസ് എ മൂവി, what would be that movie name? എൻ്റെ ഒരു കൺസൾട്ടിങ് യാത്ര ഒരു മൂവി ആവുകയാണെങ്കിൽ അല്ലേ, മൂവിയുടെ സിനിമയുടെ പേരെന്തായിരിക്കും? ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് ഒരു ലൈക്ക്, എന്നാലും പെട്ടെന്ന് മനസ്സിൽ വന്നൊരു മൂവി. ആ മൂവിയുടെ പേരെങ്ങനെ ഇടണം എന്നുള്ളതല്ലേ അല്ലേ? മൂവിയുടെ പേരെന്തായിരിക്കും? അല്ല ഇപ്പോഴുള്ള ഇത് ഉള്ളതോ ഇല്ല, ഉള്ളതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ മൂവി നെയിം? ഞാനൊരു കാര്യം പറയാം. റീസെന്റ് ഏറ്റവും ലാസ്റ്റ് കണ്ടൊരു സിനിമയുണ്ട്, മലയാളത്തിലത്തെ സിനിമ ധീരൻ. എന്താ എൻ്റെ പേര്? ധീരൻ എന്നാണ് പേര്. ധീരൻ. കാരണം ഈ കൺസൾട്ടിങ്ങില് നമുക്ക് കുറെ ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനാരിയോകളും, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അങ്ങ് നിർത്താം. ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ചെറിയ സ്ഥാപനങ്ങളോട്ട് കൺസൾട്ട് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകൊണ്ട് പറയാ, നമ്മൾ ഈ ചില സ്ഥാപനങ്ങളിലൊക്കെ രാവിലത്തെ ഒരു മോർണിംഗ് മീറ്റിങ്ങിൽ ഒരു പ്ലഡ്ജൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യും. പ്ലഡ്ജ് ഒരു സ്ഥാപനത്തിൽ ഒരു പ്ലഡ്ജ് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോഴേ ആ സ്ഥാപനത്തിൻ്റെ പേര് പറയണില്ല, ആ ബ്രാൻഡ് എൻ്റെ സ്ഥാപനമാണ്, ഇതാണ് എല്ലാവരും പറയണത്. അപ്പോൾ അവിടെ 100 പേര് അത് ഏറ്റു ചൊല്ലുകയാണ്. ഒരാൾ പ്രതിജ്ഞല്ലോ, ഒരാൾ മാത്രം ഇല്ല ഞാൻ പറയില്ല, ഇതെൻ്റെ അളിയൻ്റെ സ്ഥാപനമാണ്, പുള്ളിയുടെ അളിയനവിടെ ജോലിയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ വരെ ഡീൽ ചെയ്യേണ്ടി വരുമ്പോഴുള്ള ആ ധീരത ഉണ്ടല്ലോ, അതാണ് കൺസൾട്ടന്റ് ജേർണി എന്ന് പറയുന്നത്. Okay, it was very nice. Thank you. Wonderful talking to you. Lots of insight. തീർച്ചയായിട്ടും ഇത് കേട്ടിരിക്കുന്ന പലർക്കും അവരുടെ ബിസിനസ്സിലേക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റട്ടെ, ആ ഒരു വലിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റട്ടെ, ചെറുതായി ഓരോ സ്റ്റെപ്പ് എടുത്ത് ആ വലിയ സ്വപ്നത്തിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റട്ടെ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. തിരിച്ചും ഇതുപോലെ മിസ്റ്റർ സനൂപ് ചെയ്യുന്ന നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. എന്നാലും ഇങ്ങനെയൊരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റി. അപ്പോൾ ദസ്ക്യൂ ഫർണിച്ചറും നമ്മുടെ എല്ലാ വെഞ്ചേഴ്സും ഏറ്റവും ഭംഗിയായിട്ട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇനിയും ധാരാളം ആളുകൾ വന്ന് മറ്റുള്ളവർക്ക് ഇൻസൈറ്റ് തരാൻ പറ്റും നല്ല സന്ദേശങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. റൈറ്റ്.